സോ ഇന്നലെ പറഞ്ഞ ആ പാഠങ്ങൾ ഞാൻ ഒന്നും ആവർത്തിക്കുന്നില്ല. കർത്താവിന്റെ ദാസൻ വളരെ സംക്ഷിപ്തമായത് നമ്മളോട് ഓൾറെഡി പറഞ്ഞുവല്ലോ. कल रात में हम लोग ने जो मनन किया वो बात को और एक बार मैं दोहराना नहीं चाहता हूँ, क्योंकि पासवान ने जो है ऑलरेडी उसको संक्षेप में बताया है। आज के उस क्लास में हम लोग जो है आगे बढ़ेंगे। ഇന്നത്തെ നമ്മളുടെ പാഠം ഗിരിപ്രഭാഷണത്തിന്റെ 2-ാം പിരിവ് മുതലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നലെ ശിഷ്യന്റെ ആന്തരിക സ്വഭാവം എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ കണ്ടു. ഇന്ന് ശിഷ്യൻ സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ശിഷ്യന്റെ നീതി എന്താണെന്നും 5-ാം അധ്യായത്തിൽ നിന്ന് കാണുകയും 6-ാം അധ്യായത്തിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ശിഷ്യന്റെ ഭക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുകയും. कल रात में हम लोग ने एक मसीह चेले का, नहीं तो यीशु मसीह को यीशु मसीह के पीछे चलने वाले हर एक चेलों का आंतरिक भक्ति कैसा है, नहीं तो आंतरिक रास्तबाजी कैसा है, उनका स्वभाव कैसा है, वो बातों को हम लोग ने देखा। आज जो है यही चेला सोसाइटी में, समूह में किस तरह परमेश्वर यीशु मसीह को रिप्रेजेंट करेगा, और उसके बाद एक चेले का भक्ति के बारे में भी प्रभु ने चाहा तो हम लोग आगे देखेंगे। ശിഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് നമ്മൾ കണ്ടു. ശിഷ്യന്റെ അനുഗ്രഹം തനിക്കുള്ള ഭൗതിക വസ്തുവകകളോ തന്റെ സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമല്ല. ശിഷ്യൻ തിരസ്കരിക്കപ്പെട്ടവനാ, നിന്ദിക്കപ്പെട്ടവനാണ്. യേശു നിമിത്തം ഉപദ്രവം അനുഭവിക്കുന്നവനായിരിക്കും ശിഷ്യൻ. പക്ഷേ ദൈവരാജ്യത്തിൽ അവൻ ആയത് നിമിത്തം താൻ ഭാഗ്യവാനായി തീർന്നിരിക്കുകയാണ്. एक चेला का ब्लेसेडनेस क्या है, वो किस तरह मुबारक है करके हम लोग ने देखा। उसका धन संपत्ति, उसको दुनिया में बहुत कुछ चीजें हैं, इस वजह से नहीं वो धन्य है या मुबारक है, बल्कि सच्चा चेला सताए जाएंगे, निंदा में गिरेंगे। और सच्चा चेले के आंतरिक रास्तबाजी के बारे में पिछले रात में हम लोग ने देखा था। ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സത്യമാണ്, ദൈവം നമുക്ക് തന്ന ബ്ലെസ്സിങ്, ദൈവം നമുക്ക് തന്ന അനുഗ്രഹം നമുക്ക് വേണ്ടി പൂഴ്ത്തി വെക്കുവാനുള്ള, നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു അനുഗ്രഹമല്ല. ദൈവത്തിന്റെ വിളിയിൽ, ദൈവത്തിന്റെ രാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാൻ. देखिए, परमेश्वर ने मुझे और आप लोगों को मुबारक या ब्लेसिंग इसके लिए नहीं दिया है कि हम अपने ही पास रखें, बल्कि हम दूसरों के लिए ब्लेसिंग का कारण बनने के लिए प्रभु ने हमें ब्लेस किया है। പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകണമെന്നാണ് ദൈവത്തിന്റെ എന്നുമുള്ള പദ്ധതി. വാക്യങ്ങൾ എടുക്കുന്നില്ല. ഗലാത്യർ 3:8 പറയുന്നത്, അബ്രഹാം ആദ്യം സുവിശേഷം കേട്ടു, ഗുഡ് ന്യൂസ് കേട്ടു. അബ്രഹാം കേട്ട ഗുഡ് ന്യൂസ് എന്താ? നീ അടുത്ത കരോഡ്പതി ആകുമെന്നല്ല അബ്രഹാം കേട്ട ഗുഡ് ന്യൂസ്. അബ്രഹാം കേട്ട ഗുഡ് ന്യൂസ്, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. നീ ഒരു അനുഗ്രഹത്തിന്റെ ചാലായി, ഒരു സ്ട്രീമായി, ഒരു ദൈവിക അനുഗ്രഹം ഒഴുകി വരുന്ന ഒരു ചാലായി മാറാൻ പോകുകയാണെന്നായിരുന്നു അബ്രഹാം കേട്ട സുവിശേഷത്തിന്റെ ആകത്തുക. भाई और बहनों, परमेश्वर का हरदम यही प्लान है हमारे लिए, सबके लिए, कि हम सब जो है परमेश्वर का ब्लेसिंग का चैनल बने। मैं और आप लोग जो है परमेश्वर का अनुग्रह का चैनल बने। गलातियों के खत 3 अध्याय उसका 8वां पंक्ति में जब भी हम लोग पढ़ते हैं तो अब्राहम ने सुसमाचार सुना। वो क्या सुसमाचार सुना? क्या वो दुनिया में सबसे बड़ा करोड़पति बनेगा, वो सुसमाचार सुना? लेकिन नहीं, गलातियों 3:8 में इस तरह लिखा है कि वो इस तरह उसका विश्वास के जरिए से बहुत सारे अन्य जाति लोग उसके जरिए से आशीषित पाएंगे। अब्राहम खाली ब्लेस नहीं होगा, बल्कि अब्राहम परमेश्वर का ब्लेसिंग का एक चैनल होगा कर गलातियों 3:8 में हम लोग देख सकते हैं। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇന്നലെ നാം ചിന്തിച്ചത് ശിഷ്യന്റെ ആന്തരിക സ്വഭാവമാണെങ്കിൽ ശിഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടു. ആ അനുഗ്രഹം തന്നിൽ നിന്ന് പ്രത്യേക നിലയിൽ ഒഴുകി ചെല്ലുന്നതാണ് 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ. അവിടെ 2 മെറ്റഫേഴ്സ്, 2 ഉപമാനങ്ങൾ കാണുന്നു. ഒന്ന് ഉപ്പ്, 2 വെളിച്ചം. ശിഷ്യൻ എങ്ങനെയാണ് അനുഗ്രഹമായി തീരുന്നത്? ഭൂമിയുടെ ഉപ്പായിട്ടും ലോകത്തിന്റെ വെളിച്ചമായിട്ടും ശിഷ്യൻ അനുഗ്രഹിക്കപ്പെടുക.
कल के रात के क्लास में हम लोग ने देखा कि यीशु मसीह का चेला वो ब्लेस्ड है करके या मुबारक है करके देखा। अब जो है 13 से लेके हम देखने जा रहे हैं कि ये चेला किस तरह दूसरों के लिए ब्लेसिंग का बायस बनता है, दूसरों के लिए मुबारक किस तरह बनता है। वहां पर दो मेटाफोर को इस्तेमाल किया है। सबसे पहला नमक को और दूसरा नूर को, रोशनी को जो है इस्तेमाल किया गया है। അവിടെ ആ 13-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ബൈബിൾ തുറന്ന് നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഒന്ന് കേന്ദ്രീകരിക്കണം. എങ്ങനെയാണ് ഉപ്പാകുന്നത്? എന്താണ് ഉപ്പ്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞ് കർത്താവ് എന്താ പറയുന്നത്? 13-ാം വാക്യം ഒന്ന് നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമാകും ഉപ്പെന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ, ഉപ്പ് അതിന്റെ ഫ്ലേവർ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്നിനും കൊള്ളാത്തതായി അതിനെ ചവിട്ടിക്കളയും. ഉപ്പ് എന്ന ഉപമാനം, ആ ഉപ്പിൽ എടുത്തു പറയുന്നത് ഉപ്പിന്റെ ഫ്ലേവർ ആണ്, ഉപ്പിന്റെ കാരമാണ്, ഉപ്പിന്റെ ആ രുചിയാണ്. ആ രുചി നഷ്ടപ്പെട്ട ഉപ്പല്ല. ഉപ്പിന്റെ രുചി നിലനിർത്തി ഉപ്പ് ഒരു പ്രവർത്തനം ചെയ്യുന്നു. അങ്ങനെയാണ് ശിഷ്യന്റെ പ്രവർത്തനം ഈ ലോകത്തിൽ. आप लोग के बाइबल में 13 वचन को जरा देखे। मत्ती 5 का 13 में क्या लिखा है कि तुम पृथ्वी का नमक हो, परंतु यदि नमक का स्वाद बिगड़ जाए, तो यहां पर वो नमक का स्वाद या फ्लेवर के बारे में बताया गया है। अगर वो स्वाद बिगड़ जाए तो वो नमकीन नहीं बन सकता दोबारा, और कोई काम की चीज नहीं बनता, केवल इस कारण कि वो बाहर डाला जाए और मनुष्यों के पैरों तले वो रोंदा जाए। तो एक चेले का फ्लेवर, एक चेले का जो स्वाद जो है वो प्रकट होता है और वो दुनिया को स्वाद लेके आता है। ഇന്ന് ഈ ഉപ്പും വെളിച്ചം എന്ന വിഷയം നമ്മൾ നോക്കുമ്പോൾ അധികം ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഞാൻ തുനിയുന്നില്ല. കാരണം നമുക്ക് ഈ ഗിരിപ്രഭാഷണത്തിൽ മുൻപോട്ട് പോകണം. ഉപ്പിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. എങ്കിലും അവിടെ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ, ഉപ്പിന്റെ കാരമില്ലാതെ പോയാൽ എന്ന് പറഞ്ഞാൽ ഉപ്പിനെ ഉപ്പാക്കുന്നത് അതിന്റെ പ്യൂരിറ്റിയാ, അതിന്റെ ആ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ ചേരാതെ അതിന്റെ കാരം, അതിന്റെ ഫ്ലേവർ നിലനിർത്തുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ അതിന് ഉപ്പായി പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഉപ്പിന്റെ പ്യൂരിറ്റിയാണ് ഈ വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തമായിട്ട്. देखिए, नमक के साथ अगर कुछ मिल गया या मिट्टी या कुछ भी मिल गया तो उसका स्वाद, फ्लेवर चले जाता है। नमक का स्वाद इसलिए बने रहता है क्योंकि वो प्योर है या उसका प्यूरिटी के वजह से। तो नमक का साफ या नमक का पाकज़ी को जो है यहां पर दर्शाया गया है। ഉപ്പ് അതിന്റെ പ്യൂരിറ്റിയിൽ നിലനിൽക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ്, അതിന്റെ ഫ്ലേവർ അത് പടരുകയാണ്. എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വീട്ടമ്മമാർക്കും ഫുഡ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, ഉപ്പ് കാണത്തില്ലെങ്കിലും ഒരു കറിയിലോ കൂട്ടാനിലോ ഉപ്പ് ഉണ്ടെങ്കിൽ അധികമാണേലും കുറവാണേലും കൃത്യമാണേലും നമുക്കറിയാം. ചില വിദഗ്ധർക്ക് മണം മതി, ആഹാരത്തിന്റെ മണം മുക്കിൽ അടിച്ചാൽ മതി ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്ന് അറിയാം. അത്രമാത്രം ഇൻവിസിബിൾ ആണെങ്കിലും എവിഡന്റ് ആണ് ഉപ്പിന്റെ ആ പ്രവർത്തനം. ये नमक का प्रॉपर्टी जो है वो इनविजिबल है, नहीं देख सकते आंखों से, लेकिन उसका जो स्वाद है, उसका जो प्रॉपर्टी जो है वो एविडेंट है, दूसरे देख सकते हैं। कुछ लोग जो है नमक ज्यादा है तो उसको पता चलता है, कम है तो भी पता चलता है। कुछ लोगों को उसे स्वाद भी करने की जरूरत नहीं है, बस खुशबू से समझ आता है कि नमक है या नहीं है। मतलब नमक जो है किसी चीज के साथ अगर मिल जाता है तो वो उस जगह को जो इन्फ्लुएंस करता है कर हम लोग देखते हैं। ഇവിടെ ഈ ഉപ്പിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് സീസണിങ്ങിന്, രുചിക്ക് മാത്രമാണ് ഉപ്പ് അധികം ഉപയോഗിക്കുന്നത്. പക്ഷെ 1-ാം നൂറ്റാണ്ടിൽ ഉപ്പിന് വളരെ ഈ മത്തായിയിൽ കർത്താവ് വചനങ്ങൾ പറയുമ്പോൾ ഉപ്പിന്റെ ഉപയോഗങ്ങൾ വളരെ വിപുലമാണ്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. റോമൻ പടയാളികൾക്ക് ഒരു കാലഘട്ടത്തിൽ ശമ്പളം പോലും കൊടുത്തിരുന്നത് ഉപ്പിനാണ്. അതുകൊണ്ട് എനിബഡി വർത്ത് ഹിസ് സോൾട്ട്, ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ പഴഞ്ചൊല്ലുള്ളത്. ഉപ്പ് കൊടുത്താണ് ശമ്പളം പോലും കൊടുത്തത്. അത്രയ്ക്ക് വിലപിടിപ്പുള്ള ഒരു കൊമോഡിറ്റി ആയിരുന്നു ഉപ്പ്. പക്ഷെ ഉപ്പിന്റെ ഒരു പ്രത്യേക ഉപയോഗമുണ്ട്. അതുകൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക.
आजकल के जमाने में नमक जो है अपने सीजनिंग के लिए हम लोग डालते हैं, स्वाद आने के लिए, टेस्ट आने के लिए हम लोग लगाते हैं। लेकिन जब भी यीशु मसीह के जमाने में नमक जो है एक कीमतीदार वस्तु था। रोमन सोल्जर्स लोगों को नमक जो है एज अ सैलरी दिया जाता था। उतना स्पेशल और उतना कीमतीदार कमोडिटी था ये नमक, कर कर हम लोग देखते हैं। तो उसके बारे में हम लोग वो नमक का एक प्रॉपर्टी को जो है हम लोग आगे देखेंगे। ഉപ്പ് പ്യുവർ ആയിരിക്കണം. പ്യുവർ ആണെങ്കിലേ അതിന്റെ സ്വാദുള്ളു. ഉപ്പിൽ എന്തെങ്കിലും മാലിന്യം കയറിയാൽ അതിന്റെ സ്വാദ് നഷ്ടപ്പെടും. പ്യൂരിറ്റി എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ, അതുകൊണ്ട് ആ ഉപ്പിന്റെ പ്യൂരിറ്റിയാണ് അതിന്റെ ഫ്ലേവർ നൽകുന്നത്. ഇത് പ്യൂരിറ്റിയോട് ഇരുന്നാൽ ഫ്ലേവർ മാത്രമല്ല, ഫ്ലേവർ ആണ് തീർച്ചയായിട്ടും. ആ ഫ്ലേവർ ഒരു പ്രത്യേക ദൗത്യത്തിനാണ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത്. ടു പ്രിസർവ്. നമ്മൾ ഉപ്പിലിട്ട് വെക്കുക എന്നൊക്കെ പറയത്തില്ലേ? അന്നത്തെ കാലത്ത് ഫ്രിഡ്ജില്ല. എന്റെ വല്യമ്മച്ചി പറയുന്ന പോലെ പഴങ്കഞ്ഞിപ്പെട്ടി ഒന്നുമില്ല. സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുവാൻ പ്രത്യേക സംവിധാനം ഒന്നുമില്ല. സോൾട്ട് വാസ് ദ മെത്തേഡ് ടു പ്രിസർവ് ഫുഡ് വിത്തൗട്ട് ഡീകേ. പ്രിസർവേറ്റീവ് ക്വാളിറ്റിയാണ് ഉപ്പിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, പ്രത്യേകിച്ച് യേശു കർത്താവ് പറയുന്ന ആ കാലഘട്ടത്തിൽ. सॉल्ट या नमक में अगर कुछ मिल गया, जिस तरह मैंने कहा, अगर मिल गया तो उसका स्वाद चले जाता है। अगर स्वाद बने रहना है तो उसमें प्यूरिटी होना जरूरी है। ये नमक का एक एक प्रॉपर्टी ये है कि चीजों को बिना खराब होते हुए इसे संभाल लेता है। आजकल रेफ्रिजरेटर है, फ्रिज है, तो इसके लिए हमें चीजें खराब नहीं होती, उसके अंदर रखेंगे तो। लेकिन पुराने जमाने में नमक में जो है चीजों को डुबा के या नमक में चीजों को रखते थे ताकि वो प्रिजर्व रहे। तो नमक एक प्रिजर्वेटिव के जैसा इस्तेमाल किया जाता है। ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു ശിഷ്യൻ ഉപ്പാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ ഫ്ലേവർ, നമ്മുടെ ആ കാരം, നമ്മുടെ ആ പ്യൂരിറ്റി, അല്ലെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞ ആ കാരം എന്താ? 5:3 മുതൽ 12 വരെ കണ്ട ശിഷ്യന്റെ ആന്തരിക സ്വഭാവമാണ് ആ കാരം, ആ ഫ്ലേവർ, ഉപ്പിന്റെ രുചി. നമ്മുടെ പ്യൂരിറ്റിയിൽ നിലനിന്നാൽ നശിച്ചു പൊക്കൊണ്ടിരിക്കുന്ന, ദ്രവിച്ചും ജീർണിച്ചും വല്ലാതെയായി ഡീക്കേ ആകുന്ന ഈ ലോകത്തിൽ ഒരു പ്രിസർവേറ്റീവായി, ലോകം നാശത്തിലേക്ക് പാഞ്ഞു പോകുകയാണ്, പക്ഷെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഉപ്പിനെ പോലെ പ്രവർത്തിച്ച് ഈ സമൂഹത്തെ ദൈവത്തിന്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ഒരു ശിഷ്യനെ കർത്താവാക്കിയിരിക്കുന്നത്. देखिए ये स्वाद क्या है, नमक का स्वाद क्या है? कल रात में हम लोग ने पढ़ा हुआ या स्टडी किया हुआ वचन 5:3 से लेके 12, एक चेले का इनर क्वालिटी, इनर कैरेक्टर क्या है? ये इनर कैरेक्टर है सच में ये नमक का स्वाद, नहीं तो एक डिसाइपल का स्वाद। अगर ये कैरेक्टर चले गया तो चेले से कोई काम नहीं हो सकता है। चेले से कोई काम जो है प्रभु नहीं कर सकता। इसके लिए ये स्वाद, ये इनर क्वालिटी या इनर कैरेक्टर जो है उस नमक में होना है, फ्लेवर होना है, तब चलकर जो है दुनिया को, जो दिन प्रतिदिन करप्ट होते जा रहा है, दिन प्रतिदिन खराब होते जा रहा है, उस दुनिया को बचाए रखना, दुनिया को संभाले रखने के लिए प्रभु के चेलों को, नहीं तो कलीसिया को प्रभु इस्तेमाल करता है। അടുത്തതിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അടുത്തത് എന്താ നാം കാണുന്നത്? ഉപ്പിന്റെ കാരം കണ്ടു. 14 വാക്യത്തിൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിന്റെ വെളിച്ചമാണ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുന്നില്ല. अगला नमक के बाद परमेश्वर यीशु मसीह कहता हुआ बात 14 वचन में देखिए, तुम जगत की ज्योति हो, जो नगर पहाड़ पर बसा हुआ है वो छिप नहीं सकती। अगला यीशु मसीह हमारे बारे में कहता हुआ बात कि हम जगत की ज्योति है। ഇവിടെ വളരെ ശ്രദ്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, യോഹന്നാൻ 8:11 കർത്താവ് പറയുന്നത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, ശിഷ്യനെ നോക്കി പറയാ, ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾ, യു ആർ എന്ന് പറഞ്ഞാൽ വെളിച്ചമുള്ളിടത്തോളം നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരണം എന്നൊക്കെ യോഹന്നാൻ 12 പറയുന്നു. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഈ ലോകത്തിന്റെ വെളിച്ചം ആരാ? ഈ ലോകത്തിന്റെ വെളിച്ചം കർത്താവാ. ലോകത്തിന് വെളിച്ചം പകരുന്ന ജീവന്റെ വെളിച്ചം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുട്ട് അതിനെ കീഴടക്കുന്നില്ല.
ആ വെളിച്ചമായിരുന്നു കർത്താവ്. ആ കർത്താവാണ് ഈ വാക്കുകൾ പറയുന്നത്. देखिए, जब यीशु मसीह इस पृथ्वी में था, ये पृथ्वी का ज्योति यीशु मसीह था। यूहन्ना 8:12 और यूहन्ना 9 में हम लोग सब देखते हैं कि जब तक यीशु मसीह इस धरती पर है, वो था जगत की ज्योति। ये जगत की ज्योति हमसे कह रहा है कि हम भी उस ज्योति के फॉलो करने वाले इस जगत के ज्योति है करके। എന്നാ ഇവിടെ വെളിച്ചത്തെ കുറിച്ച് അവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മലമേലിരിക്കുന്ന പട്ടണമായിട്ടും തണ്ടിന്മേൽ ഉള്ള വിളക്കായിട്ടും അങ്ങനെ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന പ്രത്യക്ഷമായ ഒരു വെളിച്ചം. അതാണ് ഒരു ശിഷ്യന്റെ ഇപ്പോൾ ഈ മെറ്റഫറിൽ കാണുന്നത്. ഉപ്പ് വെളിച്ചം എന്ന് പറയുമ്പോൾ ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ ഞാൻ 4 കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. എഴുതി എടുക്കുന്നവർക്ക് വേണ്ടി മാത്രം ആ കോൺട്രാസ്റ്റ് പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകും. ഉപ്പിന്റെ പ്രവർത്തനം രഹസ്യമാണ്, വെളിച്ചത്തിന്റെ പ്രവർത്തനം പരസ്യമാണ്. ഉപ്പിന്റെ പ്രവർത്തനം രഹസ്യമാണ്, വെളിച്ചത്തിന്റെ പ്രവർത്തനം പരസ്യമാണ്. नमक और ये रोशनी या नमक, ये ज्योति का एक बात मैं आप लोग को बताऊं। नमक का जो काम है वो रहस्य है, सीक्रेटली होता है, लेकिन ज्योति का जो काम है वो सबके सामने होता है। 2, ഉപ്പ് മറഞ്ഞിരിക്കുന്നു. ഉപ്പ് കാണത്തില്ല, മറഞ്ഞ രഹസ്യം മാത്രമല്ല, ഇറ്റ് ഇസ് ഹിഡൻ. പക്ഷെ വെളിച്ചത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും ഒബ്വിയസ്. ഉപ്പ് ഹിഡൻ ആണ്, മറഞ്ഞിരിക്കുന്നു, വെളിച്ചം ഒബ്വിയസ്. नमक जो है वो छुपा हुआ रहता है, लेकिन रोशनी जो है, ज्योति जो है, सबके सामने प्रकट होता है। 3, ഞാൻ വേഗം മുൻപോട്ട് പോവുകയാണ്. ഉപ്പിന്റെ പ്രവർത്തനം ആന്തരികമാണ്, വെളിച്ചത്തിന്റെ പ്രവർത്തനം ബാഹ്യമാണ്. नमक का काम जो है वो अंदर है, इनवर्ड है, और ज्योति का काम जो है वो बाहर है करके हम लोग देखते हैं। 4, ഉപ്പ് സുവിശേഷത്തിന്റെ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ്. നമ്മൾ സുവിശേഷം നേരിട്ട് പറയുകയല്ല, സുവിശേഷത്തിന്റെ നമ്മളിലുള്ള ആ ഫ്ലേവർ മറ്റുള്ളവരിലേക്ക് ഇൻഡയറക്ട്ലി എത്തുകയും. വെളിച്ചം എന്ന് പറയുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഗോസ്പൽ. नमक जो है सुसमाचार इनडायरेक्टली लोगों के अंदर जात के काम करता है, तो ज्योति जो है डायरेक्ट एक व्यक्ति को छूकर डायरेक्ट काम करता है। ये ज्योति कर हम लोग देख सकते हैं। ഇവിടെ ഈ വെളിച്ചത്തെ പ്രവർത്തികളുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് 16-ാം വാക്യത്തിൽ. അങ്ങനെ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ മനുഷ്യർക്ക് മുൻപേ വിളങ്ങട്ടെ. നിങ്ങളുടെ ആ വെളിച്ചം ആ നല്ല പ്രവൃത്തിയായിട്ട് അവിടെ താരതമ്യം ചെയ്യുന്നുണ്ട്. അപ്പം പ്രവൃത്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് വാക്യം വായിക്കുമ്പോൾ ചില ചാരിറ്റബിൾ ആയിട്ടുള്ള ചില സാമൂഹിക പ്രവർത്തനം, ചില ദരിദ്രരെ സഹായിക്കുക, ആലംബഹീനരെ ബലപ്പെടുത്തുക, അങ്ങനെയുള്ള പ്രവർത്തികളായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നിയേക്കാം. അത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ പറയുന്നത് അതിനേക്കാൾ അപ്പുറമാണെന്ന് ഞാൻ മനസ്സിലാക്കും. देखिए 16 वचन में जब हम लोग पढ़ेंगे तो ये रोशनी को क्या करके बताया है, ये रोशनी को हमारे कामों के साथ, हमारे भले कामों के साथ जोड़ा गया है। रोशनी का मतलब हमारे भले काम। तो भले काम का मतलब हम लोग ये नहीं समझना कोई चैरिटी काम करना या कोई कुछ लोगों को जो खाना नहीं उनको खाना देना या ऐसा फलाना काम, ये सब है, लेकिन उससे भी बढ़कर भले काम के बारे में जो है वहां पर बताया गया है। ഇവിടെ ഈ ഭാഗ്യവചനം, ശിഷ്യന്റെ ആന്തരിക സ്വഭാവം നോക്കിയാൽ തന്നെ അവിടെ പറയുന്ന സ്വഭാവങ്ങൾ പലതും ആന്തരികമാണ്. ഞാൻ സമ്മതിക്കുന്നു. ആന്തരികമായ ഹൃദയശുദ്ധി, ആന്തരികമായ സൗമ്യത, ആന്തരികമായ ദുഃഖം, ആന്തരികമായ ആത്മിക ദാരിദ്ര്യത്തെ കുറിച്ച് പറയുന്നു. പക്ഷെ അതേസമയം അവിടെ ചില പരസ്യമായ സ്വഭാവങ്ങളും ഉണ്ട്. ആന്തരിക സ്വഭാവത്തിൽ നിന്ന് വെളിപ്പെടുന്ന ചില ബാഹ്യ സ്വഭാവങ്ങളും ആ ഭാഗ്യവചനത്തിൽ നാം കാണുന്നു. देखिए, एक चेले का एक इनर कैरेक्टर है जो अंदर प्रकट होता है,
वो मैं मानता हूं, लेकिन चेले का बाहर प्रकट होने वाला मतलब दुनिया देखता हुआ, दूसरे देख सकते हुए कामों को भी, भले कामों को भी एक चेले के जीवन में देख सकते हैं। നോക്കിയേ, ആന്തരികമായ സ്വഭാവങ്ങൾ ഇങ്ങനെ നിരത്തി പറയുമ്പോഴും അവസാനത്തെ ഭാഗ്യവചനങ്ങളിൽ വരുമ്പോൾ ആന്തരിക സ്വഭാവത്തെക്കാൾ അപ്പുറം ബാഹ്യമായൊരു പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് 10-ാം വാക്യത്തിൽ പറയുന്നത്, യെസ്, നിങ്ങൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. എന്നാൽ 11-ാം വാക്യം നോക്കിയേ, നിങ്ങളെ പഴിക്കുകയും നിങ്ങളെ കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ ആന്തരികമായ ആ ഒരു ഗുണനിലവാരം മാത്രമല്ല അവിടെ എടുത്തു പറയുന്നത്. അവസാന ഭാഗ്യവചനത്തിൽ സ്പഷ്ടമായി പറയുന്നത്, സന്തോഷിച്ച് ആനന്ദിച്ചു കൊള്ളുവീൻ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്. ചില തർജ്ജിമകൾ പറയുന്നത് ലീപ് ഫോർ ജോയ്, തുള്ളിച്ചാടുക. അത് ആന്തരികമല്ല, അത് പുറത്താ കാണുന്നത്. देखिए, मत्ती रचित सुसमाचार 5वां अध्याय 3 से लेके कुछ नीचे वचन जब भी पढ़ेंगे, वहां पर मन का दीन, नहीं तो शोक करने वाला, गमहीन और नम्र, ये सब बातें जो अंदर है, ये बाहर नहीं दिखता है, ये अंदर की बात है। लेकिन जब भी आप नीचे आएंगे, उसका 10वां वचन में जब भी पढ़ेंगे, जब लोग तुम्हें सताए जाएंगे, तुम भाग्य है या तुम मुबारक हो, और तुम्हारे बारे में बुरा भला कहेंगे, सारे झूठ बोलकर तुम्हारे विरुद्ध जब भी काम करेंगे, तो 12 वचन में लिखा है कि आनंदित और मगन होने के लिए लिखा है। देखिए, 5 का 3 से लेके 5-6 तक हम लोग पढ़ने के वक्त हम लोग देखते हैं कि एक चेले का इनर कैरेक्टर है, जो छुपा हुआ हिडन है। लेकिन 11 में आएंगे तो केवल अंदर नहीं बल्कि वो बाहर भी प्रकट होता है। उसका खुशी लोग देख सकते हैं, उसका आनंद लोग देख सकते हैं। അകത്ത് താഴ്മ, സൗമ്യത, അകത്ത് ദുഃഖിക്കുന്നു, തന്റെ അവസ്ഥയെ മനസ്സിലാക്കി ദൈവം മുൻപിൽ വിലപിക്കുന്നു, അകത്ത് നീതിക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു. ഇങ്ങനെ അകത്ത് ആത്മിക നന്മകളെ ഏറ്റെടുക്കുമ്പോൾ ജീവിതത്തിന്റെ തിരമാലകൾ, നിന്ന, പരിഹാസം, ബുദ്ധിമുട്ടാഞ്ഞടിക്കുമ്പോൾ അകത്തേത് പുറത്ത് വെളിപ്പെടുകയാണ്. അതാണ് വെളിച്ചമായി മനുഷ്യരിത് കണ്ട് എന്നാ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രവൃത്തിയായി മാറുകയാണ്. मेरा कहने का मतलब यह है कि एक चेले का स्वभाव जो है केवल अंदर ही नहीं रहता है हमेशा। जब भी आपको लोग सताएंगे, जब भी लोग आपके बारे में बुरा भला कहेंगे, आपके बारे में निंदा, आपके नाम को निंदा करेंगे, तब जो है अंदर आया वो कैरेक्टर जो है रोशनी के समान बाहर प्रकट होता है। उस समय जब भी बाहर प्रकट होने के वक्त दुनिया और दुनिया के लोग ये देखकर परमेश्वर को धन्यवाद करते हैं, क्योंकि ये चेले का इनर कैरेक्टर जो है वो बाहर प्रकट हो गया। अंदर दुख था, अंदर दिल का गरीब था, अंदर अलीम था, नम्र था, लेकिन बाहर उसका प्रभु का काम को उसके जीवन से, चेले के जीवन से देखकर प्रभु की नाम की महिमा होता है। ഇവിടെ നാം മനസ്സിലാക്കണം, നമ്മുടെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കാന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ചാരിറ്റി ചെയ്താൽ മറ്റുള്ളവർ സ്തുതിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മളെ പോലെ ചാരിറ്റി ചെയ്യാൻ, നമ്മളെക്കാൾ ചാരിറ്റി ചെയ്യുന്നവർ ലോക മനുഷ്യരുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മുതുകാടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനൊക്കെ സാമൂഹിക നന്മ ചെയ്യുന്ന നന്മ മറങ്ങൾ ഒത്തിരി കാണും. അത് കണ്ടാരും ദൈവത്തെ സ്തുതിക്കത്തില്ല. എപ്പോഴാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? ഔട്ട് ഓഫ് ദ വേൾഡ് റെസ്പോൺസ്, റിയാക്ഷൻ ടു ലൈഫ് സിറ്റുവേഷൻ. ജീവിതത്തിൽ എന്തും വരട്ടെ, അതിന്റെ നടുവിൽ തുള്ളിച്ചാടാൻ കഴിയുന്നത് ആർക്കാണ്? അതാണ് വെളിച്ചം. ലോകത്തിൽ ആർക്കും പ്രതികരിക്കാൻ പറ്റാത്തതുപോലെ ജീവിതത്തിന്റെ കയ്പിലും പ്രതികരിക്കാൻ കഴിയുന്നതാണ് ലോകത്തിന് മുൻപിൽ വിളങ്ങുന്ന വെളിച്ചം, സുവിശേഷത്തിന്റെ വെളിച്ചം. देखिए, चैरिटी करेंगे तो दुनिया के लोग प्रभु को धन्यवाद नहीं करेंगे, क्योंकि हमसे भी ज्यादा चैरिटी करने वाले लोग दुनिया में है। केरला में एक मैजिशियन है जो बहुत बड़ा चैरिटी करता है। तो चैरिटी देकर दुनिया के लोग प्रभु को धन्यवाद नहीं करेंगे, लेकिन प्रभु को धन्यवाद कब करेंगे? जब लोग आपको देखेंगे आपके डिफिकल्ट सिचुएशन में, आपके मुश्किलात घड़ी में दुनिया के जैसा आप रिएक्ट नहीं कर रहे, बल्कि बहुत अलग, दुनिया से अलग, दुनिया के तौर तरीके से अलग जब आप रिएक्ट करता हुआ जब दुनिया देखेगा, तब दुनिया के लोग प्रभु को धन्यवाद करेंगे।
ഇവിടാണ് ഗിരിപ്രഭാഷണത്തിന്റെ ഒരു ആഴമായ ദൂത്. ഇതിന്റെ അവസാനം കർത്താവ് സമയം തരുമെങ്കിൽ നമ്മൾ ചിന്തിക്കും. ഇതിന്റെ അവസാനത്തിൽ കർത്താവ് പറയുന്നത് 2 പണിയെക്കുറിച്ചാണ്. രണ്ടും വളരെ ബ്യൂട്ടിഫുൾ പണിയാണ്. പക്ഷെ ഒരു പണി പുറത്ത് മാത്രമേ ഉള്ളൂ, മണലിലാണ്. മറ്റേ പണി ആഴത്തിലുള്ള പണിയാണ്. ഈ ആഴത്തിലുള്ള അടിസ്ഥാനമിട്ട്, പാറമേൽ അടിസ്ഥാനമിട്ട്, അത് ലൂക്കോസ് 6:48 ചേർത്ത് വായിക്കുമ്പോൾ ആഴെ കുഴിച്ച് ഒരു വില മുടക്കി ഒരു കട്ടിപ്പണി, ഒരു എഫേർട്ട് ഇട്ട് ഒരു പണി ചെയ്തു. ഒരു ആഴത്തിൽ കുഴി നടത്തി ഉള്ളിൽ ഒരു പണി നടന്ന വ്യക്തിയുണ്ട്, ഉള്ളിൽ പണി നടക്കാതെ പുറംപൂച്ചായ മറ്റൊരു വ്യക്തിയുണ്ട്. ഇവർ രണ്ടും മെസ്സേജ് കേട്ടു, ഇവർ രണ്ടും നോട്ട് എഴുതിയെടുത്തു, ഇവർ ഇടിച്ച് കാണും, ഇവർ രണ്ടും ഒരു ചർച്ചിലാണ് പോയത് എന്റെ ഒരു ചിന്ത. പക്ഷെ ഒരാളുടെ പണിയെ നിലനിന്നുള്ളൂ. देखिए ये पहाड़ी पैगाम का आखिर में जब ये आएंगे मत्ती 7 के 21 से जब हम लोग पढ़ेंगे तो वहां पर 2 तरीके के कामों को देखते हैं। एक का काम केवल बाहर था, रेत के ऊपर लगाया हुआ था। दूसरे का काम जो है उसने मेहनत किया, उसने गड्ढा खोदकर जो है पैसा खर्चा कर कर बुनियाद में अपना घर को बनाया। मैं ऐसा मानता हूं दोनों एक ही चर्च में गए होंगे, दोनों ने भी मैसेज सुना होगा, दोनों ने भी मैसेज को नोट किया होगा, लेकिन एक ने अपना काम को केवल बाहर ही बनाया, दूसरे ने अपने काम को बुनियाद में, फाउंडेशन में बनाया कर हम लोग देख सकते हैं। ഇവിടാണ് ഈ നമ്മൾ വായിച്ച 16-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും കൃപയിലാണെന്ന് അഭിമാനിക്കും, നമ്മളെല്ലാവരും ദൈവമക്കളാണെന്ന് പറയുന്നു, നമ്മളെല്ലാവരും ശിഷ്യനാണെന്ന് സ്വർഗരാജ്യത്തിൽ വന്നു എന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ ശരിക്കും ഉള്ളിൽ ആഴത്തിൽ ഹിഡൻ രഹസ്യത്തിൽ പണി നടത്തിയ ആളാരാണെന്ന് വെളിപ്പെടുന്നത് എപ്പോഴാ? ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളിലാണ് ഉള്ളിൽ ശരിയായി പണി നടത്തിയവനും ഉള്ളിൽ പണി നടത്താത്തവനും തമ്മിൽ വെളിപ്പെടുന്നത്. അവിടെ ഉള്ളിൽ പണി നടത്തിയവന്റെ പ്രതികരണം കാണുമ്പോൾ ലോക മനുഷ്യൻ കണ്ണും തള്ളി നിൽക്കുകയാണ്. ദിസ് ഇസ് ഔട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ് അവർ ദൈവത്തിന് മഹത്വം ചെയ്യും. मेरे भाई और बहनों, आपने आपका मसीह जिंदगी बुनियाद में बनाया है या आपने अपना मसीह जिंदगी केवल रेत में बनाया कर कब मालूम पड़ता है? जब जीवन में समस्याएं आते हैं, जब जीवन में मुश्किलात घड़ियां आते हैं, आप कैसा रिएक्ट करते, आपका रिएक्शन कैसा है, आप किस तरह उसको देखते हैं, ये दुनिया देखकर, कुछ बातों को जब दुनिया देखता है कि दुनिया के विपरीत, दुनिया के तौर तरीके के विपरीत आपका रिएक्शन है, तो वो लोग अचंभित हो जाते हैं। ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ലോക മനുഷ്യൻ ആശ്ചര്യപ്പെട്ടെന്നിരിക്കും. എല്ലായ്പ്പോഴും നടക്കണമെന്നില്ല, ആശ്ചര്യപ്പെടണമെന്നില്ല. ലോക മനുഷ്യൻ ആശ്ചര്യപ്പെടുന്നതും ദൈവത്തെ മഹത്വം കൊടുക്കുന്നതും എപ്പോഴാണെന്ന് എന്നോട് ചോദിച്ചാലും ഞാൻ പറയും, എന്റെ വീട്ടിലും ആംബുലൻസ് വരും, അയലോക്കത്തെ വീട്ടിലും ആംബുലൻസ് ഒരു ദിവസം വരും. പക്ഷെ എന്റെ വീട്ടിൽ ആംബുലൻസ് വന്നാലും എന്റെ ആ ഒരു പ്രത്യാശ കാണുമ്പോഴാണ്, മരണത്തോടും ജീവിതത്തിലെ ഏത് തിക്ത അനുഭവത്തോടുമുള്ള എന്റെ റെസ്പോൺസ് കാണുമ്പോഴാണ് ലോക മനുഷ്യൻ സുവിശേഷത്തിന്റെ ആ വെളിച്ചം തന്റെ കണ്ണു മഞ്ഞളിച്ച് ഇത് സ്വർഗീയ സ്വഭാവമാണ്, ഇവർ വേറൊരു രാജ്യത്തിന്റെ ആൾക്കാരാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോഴാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. देखिए, दुनिया के लोग जो है प्रभु का मिरेकल या मौजज़े देखकर अचंभित नहीं होंगे, शायद होंगे, लेकिन कुछ टाइम पर वो लोग नहीं होंगे। मेरा घर में भी एम्बुलेंस आएंगे, मेरे बाजू वाले के घर में भी एम्बुलेंस आएंगे, कुछ लोग मेरे घर पे भी मरेंगे, उसके घर में भी मरेगा, लेकिन वो मौत के सामने मेरा रिएक्शन कैसा है, मैं किस तरह उसको देखता हूं, उस मौत को मैं किस तरह देखता हूं, ये दुनिया देखकर जो है अचंभित होगा। ये आदमी को क्या हुआ, ये मौत को कैसा देख रहा है, हम क्यों नहीं देख पा रहे कर ये दुनिया देखकर अचंभित होता है। ഈ സന്ദേശത്തിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കർത്താവ് നമ്മളെ വിളിക്കുന്നത് സമൂഹത്തിലെ ഒരു ഇൻഫ്ലുവൻസ് ആയി മാറുവാൻ, നമ്മളെ ലോകത്തിലേക്ക് അയക്കുകയാണ്. ദൈവം ഈ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. ഗോ ഇൻ ടു ദ വേൾഡ്, എല്ലാ ലോകത്തേക്കും നിങ്ങൾ പോകണം. ലോകത്തിൽ പോയി എന്താ ചെയ്യേണ്ടത്? 2 നിലകളിൽ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും, അകമയും പുറമെയും സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നവരായി ഉപ്പായിട്ടും വെളിച്ചമായിട്ടും നമ്മൾ നിലനിൽക്കണം.
നശിച്ചു പോകുന്ന ഒരു സംസ്കാരത്തിൽ ഒരു ഉപ്പിന്റെ നിർത്തുന്ന പ്രിസർവേറ്റീവ് ആയിട്ട് ലോക മനുഷ്യൻ നിരാശപ്പെടുമ്പോൾ അതിന്റെ നടുവിൽ പ്രത്യാശയുടെ വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്ന വെളിച്ചമായിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ കൂടി മഹത്വം ഉണ്ടാകുന്നത്. देखिए मत्ती का सुसमाचार 28वां अध्याय 19 में ये सब बोलने के बाद मत्ती ये बोलकर शुरू होता है कि इसलिए यीशु मसीह ने चेलों से कहा कि तुम तमाम दुनिया पर जाकर सुसमाचार सुनाओ, लोगों को चेला बनाओ। मतलब एक नमक के जैसा ईडन होकर, एक ज्योति के जैसा सबके सामने प्रकट होकर परमेश्वर का एक गवाह बनने के लिए परमेश्वर मुझे और आप लोग से चाहता है। जिस बात में दुनिया देखकर निराशा होकर दुख होती है, वही बात में प्रभु का चेला उसका होप को, उसका उम्मीद को देकर दुनिया अचंभित होना चाहिए। दुनिया प्रभु की नाम को महिमा देना चाहिए, हमारे उस प्रकाश का, हमारे उस नमक के उस कामों को देखकर। ഇനി അടുത്തതായി 5:17 മുതൽ 5-ാം അധ്യായം അവസാനം വരെ ശിഷ്യന്റെ നീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഹ്രസ്വമായാണ് വാട്ട് ഈസ് ദ റൈച്ചസ്നെസ് ഓഫ് എ ഡിസൈപ്പിൾ. ശിഷ്യന്റെ ആന്തരിക സ്വഭാവം നമ്മൾ കണ്ടു, ശിഷ്യന്റെ സമൂഹത്തിന്റെ സ്വാധീനം നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് ഈ സ്വാധീനം ചെലുത്തണമെങ്കിൽ, ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ആയി നമ്മൾ മാറണമെങ്കിൽ നമുക്ക് വേറൊരു നീതിയുടെ ആവശ്യമുണ്ട്. നമുക്കുള്ള നാച്ചുറൽ നീതി കൊണ്ട് ഇങ്ങനെ സമൂഹത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയത്തില്ല. ഒരു വേറൊരു നീതിയെ കുറിച്ചാണ് കർത്താവ് അടുത്തതായി പറയുന്നത്. अभी 5:17 से लेके जो है हम लोग देखने वाले हैं कि द राइचसनेस ऑफ द डिसाइपल, नहीं तो यीशु मसीह के शागिर्द का रास्तबाजी, नहीं तो धार्मिकता। अगर मुझे और आप लोग को नमक होना है, अगर मुझे और आप लोग को ज्योति होना है, तो दुनिया की रास्तबाजी से नहीं होगा। हमें एक अलग रास्तबाजी की जरूरत है, हमें एक अलग धार्मिकता की जरूरत है, वो नमक और ज्योति होने के लिए। 5:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് ദി പെർമനൻസി ആൻഡ് അതോറിറ്റി ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്ക്രിപ്റ്റേഴ്സ്. പഴയ നിയമ തിരുവെഴുത്തിന്റെ മൂല്യം എന്താണ്, അതിന്റെ നിലനിൽപ്പ് എന്താണെന്നാണ് കർത്താവ് പറയുന്നത്. मत्ती 5:17 से लेके 19 तक के वचन में पुराना अहद, नहीं तो पुराना नियम की उस व्यवस्था किस तरह अटल है, स्थिर है और किस तरह कायम है करके वहां पर यीशु मसीह कहता है। ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബൈബിൾ പഠിക്കാൻ താല്പര്യപ്പെട്ടവരായതുകൊണ്ട് ഞാൻ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇവിടെ പഴയ നിയമ തിരുവെഴുത്തും പഴയ ഉടമ്പടിയും തിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. രണ്ടും ഒന്നല്ല. പഴയ നിയമ തിരുവെഴുത്തുണ്ട്, പഴയ ഉടമ്പടിയുണ്ട്. ഇത് രണ്ടിലെ വ്യത്യാസം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. हमें बहुत बड़ा कंफ्यूजन होगा अगर इस बात को हम लोग को पुख्तगी नहीं मिलेगी। देखिए, पुराना नियम के वचन अलग है और पुराना नियम अलग है। और एक बार मैं कहता हूं, पुराना नियम के वचन स्क्रिप्चर्स अलग है और पुराना अहद, नहीं तो पुराना कवेनेंट अलग है। പഴയ നിയമ തിരുവെഴുത്ത് ശാശ്വതമായി നിലനിൽക്കുക. അതാണ് 18-ാം വാക്യത്തിൽ പറയുന്നത്. ആകാശം മാറും, ഭൂമി മാറും, ഇതിലെ വള്ളിക്കോ പുള്ളിക്കോ, ഇതിലെ ഒരു യോന്തോ, ഇതിലെ ഒരു ചെറിയ അക്ഷരം പോലും മാറത്തില്ല. ദൈവവചനത്തെ ആർക്കും കുറയ്ക്കാനോ മാറ്റാനോ എഡിറ്റ് ചെയ്യാനോ തിരുത്താൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. इसके लिए 18 वचन जरा देखिए। 5:18 में क्या लिखा है कि आकाश और पृथ्वी टल जाए तो भी परमेश्वर का व्यवस्था का एक मात्रा या बिंदु भी बिना पूरा हुए नहीं टलेगा। मतलब परमेश्वर का व्यवस्था, परमेश्वर का वचन जो है वो कभी नहीं टलेगा। പക്ഷെ മാറുന്നത് എന്താ? മാറുന്നത് പഴയ ഉടമ്പടി, പഴയ നിയമ ജനത്തോട് ദൈവം ചെയ്ത ഉടമ്പടിയെ മാറ്റിക്കൊണ്ട് ഇതാ ഒരു ക്രിസ്തുവിൽ കൂടി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയെ. ആ പുതിയ ഉടമ്പടിയുടെ ടേംസ് ആണ് ഇവിടെ പറയുന്ന പുതിയ യേശു പറയുന്ന ആ കവിയുന്ന നീതി എന്ന് പറയുന്നത്. ഇത് പുതിയ ഉടമ്പടിയിൽ ദൈവം നമുക്ക് തരുന്ന ഒരു ദാനമാണ്. लेकिन क्या बदला है? बदला यह है कि
पुराना अहद जो है अभी यीशु मसीह में नया अहद हुआ है। पुराना नियम जो मूसा के जरिए से दिया था, अब यीशु मसीह के जरिए से परमेश्वर ने लोगों के साथ एक नया अहद को बांधा है, परमेश्वर ने एक नया नियम को बांधा है। അതാണ് യേശു കർത്താവ് പറയുന്നത്, ഇത് നീക്കുവാനല്ല, ഇത് നിവർത്തിക്കാനാണ് ഞാൻ വന്നത്. പഴയ നിയമത്തിന്റെ തിരുവെഴുത്തിന് കുറവൊന്നുമില്ല, തിരുവെഴുത്തിൽ കുറവില്ല. പക്ഷെ ഉടമ്പടി, പഴയ ഉടമ്പടി പുറമേ ഉള്ള പരിച്ഛേദനയിൽ പുറമേ ഉള്ള ഒരു ഉടമ്പടിയായിരുന്നു. ആ ഉടമ്പടിയുടെ അടയാളം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പുരുഷന്മാർ 8-ാം ദിവസം പരിച്ഛേദന ഏൽക്കുന്നതാണ് അതിന്റെ അടയാളം. അതൊരു എക്സ്റ്റേണൽ കവനന്റ് ആയിരുന്നു. പക്ഷെ ഒരു ന്യൂ കവനന്റ് വരികയാണ്. അവിടെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവത്തിന്റെ തൊലി മുറിച്ചു മാറ്റുന്ന പരിച്ഛേദനയല്ല, ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ്. ആന്തരിക മാറ്റം വരുത്തുന്ന ആന്തരിക ഉടമ്പടിയിലേക്ക് യേശു നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ഈ വചനങ്ങളിൽ കൂടി. इसके लिए 17 और 18 वचन में देखिए यीशु क्या कहता है कि मैं व्यवस्था या भविष्यवक्ताओं के पुस्तकों को लोप करने के लिए नहीं आया हूं, लोप करने नहीं बल्कि उसे पूरा करने के लिए मैं आया हूं। कहने का मतलब यह है कि पुराने नियम में कतना जो था वो शरीर के एक अंग में था, जिस्म के एक अंग को काटता था पुराने नियम के कतना। तो नए नियम में कतना जो है वो दिल की कतना है। खुदावंद का रूह यीशु मसीह के जरिए से हमारे हृदय को कतना करता है। ये है नया नियम, नहीं तो नया अहद करके हम लोग समझते हैं। അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. 20-ാം വാക്യമാണ് ഗിരിപ്രഭാഷണത്തിലെ താക്കോൽ വാക്യം. ഈ പ്രസംഗത്തിലെ കീ വേഴ്സ് ആണ് 5:20. നിങ്ങളുടെ നീതി പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. इसके लिए ये जो पहाड़ी पैगाम का की वर्स जो है मत्ती 5:20 है। उस जमाने के लोगों का जो धार्मिकता था वो राष्ट्रबाजी था, राइचसनेस केवल बाहरी था, लेकिन प्रभु के चेलों का राइचसनेस, उनकी राष्ट्रबाजी केवल बाहर नहीं। 5:20 में क्या लिखा है? इस तरह लिखा है कि तुम्हारी धार्मिकता नहीं तो राष्ट्रबाजी शास्त्रियों और फरीसियों की धार्मिकता से बढ़कर होना चाहिए। ഇവിടെ പരീശന്റെയും ശാസ്ത്രിയുടെ നീതി ഒന്നും പറയാൻ ഞാൻ ടൈം എടുക്കുകയല്ല. പക്ഷെ ഒന്ന് ചിന്തിക്കണം, ഒറ്റ നിമിഷം ഞാൻ പറയാം. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു, നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു നീതിയായിരുന്നു ഈ പരീശന്റെയും ശാസ്ത്രിയുടെ നീതി. फकीरों और फरीसियों का जो राष्ट्रबाजी है, नहीं तो उनका धार्मिकता जो है हमारे सोच और समझ से ऊपर था। उनका राष्ट्रबाजी, उनकी धार्मिकता। ഇവരുടെ ഉപവാസത്തിന്റെ ക്രമം 2 ദിവസം ഉപവസിക്കുന്നത് മാത്രമല്ല, ഇവരെല്ലാത്തിനും, പൈസയ്ക്ക് മാത്രമല്ല, അവർ മത്തായി 23 പറയുന്നത് ഉപ്പിന് വരെ അല്ല, ജീരകത്തിന് ദശാംശം കൊടുക്കും. അത് പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ജീരകം തൂക്കി ദശാംശം കൊടുക്കുന്നല്ല, 10 ജീരകം എടുത്തിട്ട് 10 എണ്ണിയിട്ട് ഒരെണ്ണം മാറ്റി വെച്ച് ഓരോ ജീരകം മണി വെച്ച് ദശാംശം കൊടുക്കുന്ന വലിയ നീതിമാന്മാരായിരുന്നു പരീശന്മാർ, ശാസ്ത്രിമാർ. फरीसी लोग जो है अपने उन्हें मिलता हुआ सारे चीजों का दशमांश टाइट देता था। फॉर एग्जाम्पल मत्ती 23 में लिखा है कि जब भी वो जीरा जो है, जीरा का भी लोग दशमांश को देते थे, टाइट को। कहने का मतलब है 10 जीरा लेंगे तो 1 जीरा जो है प्रभु को देगा। मतलब ऐसा काम करने वाले लोग थे। मतलब छोटे छोटे बातों में भी वो लोग दशमांश ने तो टाइट देने वाले लोग थे फरीसी लोग। ആ പരീശന്മാരിൽ ഒരു കൂട്ടരുണ്ടായിരുന്നു. ചരിത്രത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അവരെ വിളിച്ചിരുന്നത് ബ്ലഡി ഫാരസീസ്, രക്തം വാഴ്ന്നൊഴുകുന്ന പരീശൻ എന്ന് പറയാൻ കാരണം, ആ പരീശന്റെ നീതിബോധം എന്ന് പറയുന്നത്, ഞാൻ വഴിയിൽ കൂടെ നടക്കുമ്പോൾ പല കാഴ്ചകൾ കാണും, വേണ്ടാത്ത എന്തെങ്കിലും കാഴ്ച കണ്ട് ഞാൻ പാപം ചെയ്തു പോവാതിരിക്കാൻ കണ്ണ് കെട്ടിയിട്ട് വഴി കൂടെ നടക്കും. എന്നിട്ട് ഏതെങ്കിലും തൂണിൽ ചെന്ന് തല ഇടിച്ച് നെറ്റി പൊട്ടി ചോര ഒഴുകുമ്പോൾ നാട്ടുകാർ വിളിച്ചത് ഹീസ് എ ബ്ലഡി ഫാരസി, രക്തം വാടുന്നൊഴുക്കുന്ന പരീശൻ. എന്തിനാ? നീതിയോടെ പ്രമാണത്തിൽ ജീവിക്കാൻ വേണ്ടി അങ്ങനെ തീവ്രമായ സമർപ്പണം കാണിച്ച വ്യക്തിയാണ് പരീശൻ.
ये फरीसी में कुछ ग्रुप को ब्लडी फैरिसी करके कहते हैं। जब भी वो रास्ते में चलने के वक्त अपनी आंखों में पट्टी बांधकर चलते हैं ताकि वो पराये औरतों को या कोई बुरी चीजों को नहीं देखे, इसके लिए पट्टी बांधकर चलने के वक्त जो है वो गलती से पत्थरों में ठोकर खाकर वो गिर जाते हैं, यहाँ वहां सब खून बहता है। तब लोग उनको देखकर बोलते हैं कि ये ब्लडी फैरिसी है। कहने का मतलब है रास्तबाजी को, नहीं तो पुराने अहद में लिखा हुआ बात को वैसे ही फॉलो करने के लिए चलने वाले फरीसी लोग थे और फकीर लोग थे। ये लोग कर हम देखते हैं। 10 കൽപ്പനകൾ മാത്രമല്ല, അവർ എണ്ണി തിട്ടപ്പെടുത്തി പഴയ നിയമത്തിൽ 613 ഉപകൽപ്പനകൾ കൂടി അവർ ഈ പഞ്ചഗ്രന്ഥത്തിൽ കണ്ടെത്തിയിട്ട് ഈ 10 കൽപ്പനയും 613 ഉപകൽപ്പനകളും അനുസരിക്കുവാൻ സമർപ്പിച്ചിറങ്ങി തിരിച്ചവരാണ്. ഇവരെ നോക്കി പറയാണ് ഈ കൂട്ടർ സ്വർഗത്തിൽ പോകുന്ന ടീം അല്ലെന്നാണ് കർത്താവ് പറയുന്നത്. 10 कमांडमेंट्स खाली नहीं उन लोग मानते थे, 10 कमांडमेंट्स के नीचे आने वाला 613 और कमांडमेंट्स उन्होंने पहला 5 बुक में से पढ़कर जो है 613 और 10 कमांडमेंट को मानकर चलने वाले लोग थे। मेरे भाई और बहनों, मेरे प्रियो, ऐसे लोगों को परमेश्वर यीशु मसीह ने देखकर कहा ये लोग स्वर्ग राज्य नहीं जाएंगे, खुदावन की बादशाही में नहीं जाएंगे। നമുക്കൊന്നും തോന്നിയില്ല വായിച്ചിട്ട്, ഇപ്പൊ പ്രസംഗം കേട്ടിട്ട് നമുക്കൊന്നും തോന്നിയില്ല. പക്ഷെ 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് ഇത് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, യഹൂദന്മാർ തലേ കൈവച്ച് കാണും. എന്താണ് ഈ പുതിയ ഗുരു പറയുന്നത്? ഇവർ സ്വർഗത്തിൽ പോകത്തില്ല, പിന്നെ ആര് സ്വർഗത്തിൽ പോകും? देखिए, हम लोग को आज ये सुनकर कुछ हमें फर्क नहीं पड़ता है फरीसी लोगों के बारे में सुनकर, लेकिन जब यीशु ने ये बात को कहा उस जमाने में लोगों ने माथे पर हाथ रखा होगा कि यीशु ये क्या कह रहा है। उस जमाने के सबसे बड़ा स्पिरिचुअल कहने वाले लोगों के बारे में यीशु कह रहा कि ये स्वर्ग राज्य नहीं जाएगा। ഇവരുടെ നീതിയെ കവിയണം. അതെങ്ങനെയാണെന്ന് തിരുവെഴുത്തിന്റെ ആധാരത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ മുൻപോട്ട് പോകാം. ഇവരുടെ നീതി എങ്ങനെയാ കവിയുന്നത്? ഇവരെക്കാൾ ദശാംശം കൊടുത്താലോ, ഇവരെക്കാൾ എന്തോ ഭക്തി പ്രകടനം കാണിച്ചാലോ കവിയുമോ? ഇന്നലെ ഞാൻ ഒരു വാക്ക് സൂചിപ്പിച്ചു. ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം, പരീശന്റെ നീതി ബാഹ്യമാണ്, ഒരു ശിഷ്യന്റെ നീതി ആന്തരികമാണ്. എന്നാൽ അല്പം കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുക. देखिए, इनके राष्ट्रबाजी से नहीं तो इनके धार्मिकता से बढ़कर होना चाहिए एक चेले का धार्मिकता। उसका मतलब क्या ये है? क्या वो लोग 2 बार रोजा रखते थे, हम लोग 4 बार उपवास करना चाहिए क्या? उनका इसका मतलब ये क्या उन लोग हर एक चीज को टाइट दे देते थे, हम भी उससे ज्यादा देना चाहिए? नहीं नहीं नहीं, ये देने या लेने के बारे में नहीं कह रहा हूं, बल्कि उनकी धार्मिकता से बढ़कर होना चाहिए। वही आगे हम लोग देखेंगे। ഇവിടെ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നീതിയില്ല. നീതിയില്ലാത്തത് കൊണ്ടാണ് ആത്മാവിൽ ദരിദ്രനായി എനിക്കില്ല. നമ്മൾ പണ്ട് പാടുന്ന പഴയ പാട്ടുകൾ പറയുന്നത് പോലെ, ഇതാ ഞാൻ വെറും കൈയായി വരുന്നു, ക്രൂശിൽ മാത്രം നമ്മന്തു, നഗ്നനാ നിൻ വസ്ത്രം ദാ, ഹീനൻ ഞാൻ നിൻ കൃപത, I am naked, I am poor, I am wretched, I don't have any righteousness of my own. അതാണ് ഒരു ശിഷ്യന്റെ സമ്മതപത്രം. देखिए, एक चेले का स्वभाव को जरा देखे, वो चेले का जरा कैरेक्टर जरा देखे, वो कैसा आता है खुदावन की बादशाही में। 5:3 में लिखा है कि धन्य है वो जो दिल की गरीब है, अपना बैंक्रप्सी को जाना वो व्यक्ति। इंग्लिश में गीत है, इस तरह कहता है कि नथिंग इन माई हैंड आई ब्रिंग, सिंपली टू द क्रॉस आई क्लिंग। मतलब मेरे हाथों में मैं कुछ नहीं लेके आता हूं, नंगा होकर मैं तेरे सामने आता हूं खुदावन, बस तेरे उस सूली पर मैं आकर अपने आप में आप उस सूली पर भरोसा रखता हूं। मतलब एक चेले का जीवन जो है इस तरह शुरू होता है कि उसका नंगापन को वो जान लिया, उसके कंगालपन को वो जान लिया, उसके कालीपन को जानकर सूली पर ही उसका भरोसा है कर हम देखते हैं। ഈ കവിയുന്ന നീതി എവിടെ നിന്നാ വരുന്നത്? ശിഷ്യന് തന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ശിഷ്യന്റെ ഉള്ളിൽ അങ്ങനെ ഒരു നീതിയില്ല. ശിഷ്യൻ അറിയാം അവന്റെ നീതി പ്രവർത്തികൾ കറ പിരണ്ട തുണി പോലെയാ. പറഞ്ഞാൽ ഏറ്റവും വൃത്തിഹീനമായ, പഴയ നിയമത്തിലൊക്കെ പറഞ്ഞ മെനിസ്ട്രൽ ക്ലോത്ത് പോലെയാണ്. അങ്ങനത്തെ ഒരു നീതിയുടെ അവകാശിയ. എന്റെ നീതി എല്ലാം നിർജീവമാണ്, അത് വളരെ ദുർഗന്ധം വമിക്കുന്നതാണ്, അതിൽ ജീവനില്ല, അത് ദൈവം മുൻപിൽ സ്വീകാര്യമല്ല.
ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നീതി എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഐ എം ടോട്ടലി ഇൻകേപ്പബിൾ. एक चेले को खुद का कोई धार्मिकता नहीं है, वो खुद एक रास्तबाज नहीं बन सकता है। उसका रास्तबाजी कलाम इस तरह कहता है कि हमारी सारी रास्तबाजी जो है गंदे दज्जियों के जैसा है। ये गंदे दज्जी जो है एक औरत का मेंस्ट्रुअल क्लॉथ के जैसा है, जहां पर खून अगर लग गया मिटना आसान नहीं है। ऐसे धार्मिकता, ऐसे रास्तबाजी रहने वाला एक चेले के अंदर किस तरह ये फकीर और फरीसियों से भी बढ़कर राष्ट्रबाजी हो सकता है। ഞാൻ ഒരു വാക്യം മാത്രം കാണിക്കാം. ഈ നീതി, ഒരു ശിഷ്യനിലേക്ക് നീതി എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ ഒറ്റ വാക്യം. അത് വലിയൊരു വിഷയമാണ്. അത് റോമാലേഖനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വിശ്വാസത്താലുള്ള നീതീകരണം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ടൈം എടുക്കുന്നില്ല. ഒറ്റ വാക്യം ഞാൻ കാണിച്ച് നമുക്ക് ശിഷ്യന്റെ നീതിയുടെ ആറ് കവിയുന്ന 6 തലങ്ങളുള്ള നീതിയാണ് 21 മുതലുള്ള വാക്യങ്ങൾ. അവിടേക്ക് നമുക്ക് പോകണം. मैं एक वचन को बताता हूं, एक चेला किस तरह रास्तबाज बनता है करके। वो वचन के बाद जो है एक चेले का रास्तबाजी 6 जगहों पर जो है बढ़ना चाहिए, वो हमको आगे देखना है। റോമാലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം നിർത്തി വായിക്കാൻ പോകുക. റോമാലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം. പ്രവർത്തിക്കാത്തവനെങ്കിലും, रोमियो के खत 4 अध्याय उसका 5वां वचन जो है हम लोग रुक के पढ़ने वाले। रोमियो 4:5। പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ എന്ന് പറഞ്ഞാൽ ഇത് ശിഷ്യന്റെ തിരിച്ചറിവാണ്. ഞാൻ മിടുക്കനാണ്, ഞാൻ ഭക്തനാണെന്നല്ല. ശിഷ്യൻ ആദ്യം തിരിച്ചറിയേണ്ടത് ഐ ആം അൺഗോഡ്ലി, എനിക്ക് റൈച്ചസ്നെസ് ഇല്ല, ഐ ആം ബാങ്ക്രപ്റ്റ്. അതാണ് ആത്മാവിലെ ദാരിദ്ര്യം. देखिए 4:5 में क्या लिखा है, परंतु जो काम नहीं करता वर्ण भक्तिहीन। एक प्रभु का चेला सबसे पहला ये बात समझता है कि वो एक भक्तिहीन है, वो एक अनगॉडली है। उसमें कोई भले काम नहीं है जो खुदावन को खुश कर सकता है। അവൻ പ്രവർത്തിക്കാത്തവനാ. കാരണം എന്താ? അവൻ എന്ത് പ്രവർത്തിച്ചാലും അത് ഭക്തികേടാ. സൽഗുണപൂർണനായ പിതാവിനെ വെച്ച് നോക്കുമ്പോൾ അപ്പുറത്തെ ചാക്കോച്ചാനെയും ഇപ്പുറത്തെ മറിയാമയെ നോക്കിയാൽ അവരെക്കാളൊക്കെ ഭക്തി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നും. പക്ഷെ എന്റെ ദൈവം, എന്റെ സ്വർഗീയ പിതാവിന്റെ നീതി, ആ ധാർമ്മിക നിലവാരം വെച്ച് നോക്കുമ്പോൾ ഞാൻ അഭക്തനാ. എനിക്ക് പ്രവർത്തിച്ച് നീതി നേടുവാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രവർത്തിക്കാത്ത അഭക്തനാണ് ഞാൻ. देखिए जब भी हम दूसरे भाई और बहनों के साथ जब तुलना करेंगे, हम लोग बोलेंगे अरे मैं तो उससे अच्छा हूं, मैं तो इससे अच्छा हूं कर बोल सकते हैं। उसकी धार्मिकता, उसकी राष्ट्रबाजी से मेरा बेहतर है कर हम लोग बोल सकते हैं। लेकिन हमें तुलना किसके साथ करना है? आपस में लोगों के साथ नहीं, बल्कि उस बाप के साथ, उस परमेश्वर के साथ करना है। जब हम उस बाप के साथ, उस परमेश्वर के साथ हमारी धार्मिकता को तुलना करेंगे तो मैं और आप लोग कंगाल है करके, मैं और आप लोग नंगे है कर हमें पहचान होता है। 4:5 നോക്കിയേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ. 4:5 जरा देखिए, परंतु जो काम नहीं कर वर्ण भक्तिहीन के धर्मी ठहराने वाले पर विश्वास करता है। നീതീകരിക്കുന്നവനിൽ, അതാണ് മത്തായി 5:6 നമ്മൾ വായിച്ചത്. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി ലഭിക്കും. ഇതാണ് വിശക്കുക, ദാഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒറ്റ വാക്കി പറഞ്ഞാൽ, എനിക്ക് നീതിയില്ല, എനിക്ക് വേണ്ട നീതി എന്റെ പക്കലില്ല, യേശുവിന്റെ പക്കൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ നീതി എനിക്ക് വേണമെന്ന് ഞാൻ ദാഹിക്കുകയാണ്. അങ്ങനെ നീതിക്ക് ദാഹിക്കുന്നവനെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. देखिए रोमियो 4:5 को मैं इस तरह पढ़ता हूं। इधर लिखा है कि मगर जो शख्स काम नहीं करता बल्कि बेदीन के रास्तबाज ठहराने वाले पर ईमान लाता है,
मतलब एक चेला सबसे पहले ये जानता है कि वो बेदीन है, और ये बेदीन को रास्तबाज ठहराने वाला खुदावंद है। ऐसा जब एक बंदा जब जान लेगा कि मुझे रास्तबाज ठहराने वाला खुदावंद है, मत्ती 5:6 में इस तरह पढ़ते हैं कि उस रास्तबाजी के लिए हम लोग भूखे और प्यासे होंगे। कौन सी रास्तबाजी? खुदावंद की रास्तबाजी के लिए हम लोग भूखे और प्यासे हो जाएंगे। ऐसे भूखे और प्यासे होने वाले इस चेले को परमेश्वर अपनी रास्तबाजी से भर देता है। നോക്കിയേ, വളരെ ശ്രദ്ധിക്കണമേ. അഭക്തനെ നീതീകരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ കുറ്റക്കാരനാ, റോങ് ഡൂവർ, അൺഗോഡ്ലിയ, ഈസ് റോങ്, തെറ്റുകാരനാ. അവനെ നോക്കി ദൈവം പറയാണ് നീ കുറ്റമില്ല. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അക്വിറ്റ് ചെയ്യുക, ഒരു വ്യക്തിയെ കുറ്റം വിമുക്തനാക്കുകയാണ്. അഭക്തനെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ് നിന്റെ കുറ്റം ഞാൻ വിമുക്തമാക്കി, നീ കുറ്റരഹിതനാണെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇത് ബൈബിളിൽ ഈ വാക്യമില്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പാടാ. ദൈവം എങ്ങനെ ഒരു കുറ്റവാളിയെ കുറ്റമില്ലെന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് വിടുന്നേ? देखिए यहाँ पर क्या लिखा है, रोमियो 4:5 में इसने लिखा है कि बेदीन को, नहीं तो भक्तिहीन को खुदावन कहता है कि तू बेदीन नहीं है। खुदावन कहता है कि तू भक्तिहीन नहीं है, मतलब खुदावन की रास्तबाजी देकर उसे मुक्त कर देता है, उसे आजाद कर देता है, उसके बेदीन को हटा देता है। ये कैसा हो सकता है? मैं ऐसा समझता हूं, अगर खुदावन के कलाम में ये जिक्र नहीं होता, मैं ये ईमान नहीं कर सकता। बेदीन को खुदावन कैसा रास्तबाज कर सकता है? എങ്ങനെയാണ് ദൈവം അഭക്തനെ നീതീകരിക്കുന്നത്? ഒറ്റ പേരില. ആ വ്യക്തി വിശ്വസിച്ചു. എന്തിൽ വിശ്വസിച്ചു? കാൽവറി ക്രൂശിൽ സൗജന്യമായി രക്ഷയ്ക്ക് വേണ്ടി യേശു ചെയ്ത യാഗത്തിൽ വിശ്വസിച്ച ഒറ്റ പേരിൽ അഭക്തനെ ദൈവം നീതീകരിക്കുകയാണ്. ये कैसा होता है? बेदीन, नहीं तो भक्तिहीन खुदावंद का बंदा या खुदावंद का चेला, यीशु का चेला कैसा बनता है? वो एक ही काम के वजह से, एक ही नाम के वजह से, उसने सूली पर मरा हुआ यीशु मसीह पर ईमान लाया, विश्वास लाया। विश्वास लाने के कारण इस बेदीन को खुदावन ने रास्तबाज ठहरा दिया। ഞാൻ വിശ്വസിക്കുന്ന, എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്കും എല്ലാവർക്കും ഈ കാര്യം വ്യക്തമാണെന്ന്. നിങ്ങൾ ബൈബിൾ പഠിക്കുന്ന ഒരു ചർച്ച ആയതുകൊണ്ട് തീർച്ചയായും ഇത് നിങ്ങൾ ആവർത്തിയായി കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ക്രൂശിൽ നടന്നത്? എന്റെ പാപമെല്ലാം യേശുവിന്റെ മേൽ ചുമന്നു. അവിടുത്തെ നീതി സൗജന്യമായി എനിക്ക് കണക്കിട്ടു. പരീശന്റെയും ശാസ്ത്രിയിൽ നിന്നും കവിയുന്ന നീതി എനിക്ക് എങ്ങനെ കിട്ടി? കുറച്ചുകൂടെ പ്രവർത്തിച്ചത് കൊണ്ടല്ല, ഞാൻ വിശ്വസിച്ചെന്ന ഒറ്റ പേരിൽ എന്നെ ദൈവം നീതിമാനായി കണക്കിടുകയാണ്. ഞാൻ നീതി ചെയ്തില്ല, നീതിമാനായി എന്നെ കണക്കിടുകയാണ്. അതാണ് ദൈവരാജ്യത്തിലെ എന്റെ ജീവിതത്തിന്റെ തുടക്കം. मेरे भाई और बहनों, आप लोग कलाम को सुनने वाले लोग हैं, समझने वाले लोग हैं। सूली पर क्या हुआ? आपके गुनाह यीशु मसीह को और यीशु मसीह के रास्तबाजी आप पर ठहराकर बेदीन आपको खुदावंद यीशु मसीह ने रास्तबाज ठहराया। इस रास्तबाजी के भूखे और प्यासे होकर मैं और आप लोग जीने के लिए प्रभु हमसे चाहता है। ഇവിടെ രണ്ട് വാക്ക്, ടെക്നിക്കലായ രണ്ട് വാക്ക് ഞാൻ പറയുമ്പോൾ അല്പം കൂടെ വ്യക്തമാകും. ഈ ക്രൂശിൽ നടന്ന പ്രവൃത്തി, യേശുവിന്റെ രക്ഷണ പ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നെ നീതീകരിച്ചു. ഞാൻ ദൈവത്തിന്റെ നീതിയായി. 2 കൊരിന്ത്യർ 5:21 അതിനെ വിളിക്കുന്ന പേരാണ് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്, കണക്കിട്ട നീതി. അത് എനിക്ക് കിട്ടിയത് വിശ്വസിച്ച ഒറ്റ പേരിൽ ദൈവം എന്നെ ക്രിസ്തുവിന്റെ നീതിയാൽ പൊതിഞ്ഞു. ഐ ആം റൈച്ചസ്, കൗണ്ടഡ് ആസ് റൈച്ചസ്, ആസ് ഇഫ് ഐ ഡിഡ് നോട്ട് ഡു എനി സിൻ. അതുപോലെ ദൈവം എന്നെ വിശ്വാസ നിമിത്തം കണക്കിടുകയും. दूसरा कोरिन्थियों 5:21 में लिखा है कि जो गुनाह नहीं था उसको गुनाह ठहराकर बेदीन मुझको रास्तबाज ठहरा दिया। तो ये रास्तबाजी ठहराया हुआ रास्तबाजी है। मैं और आप लोग ने या खोजा हुआ, मैं और आप लोग ने अपने अच्छे कामों से मिला हुआ रास्तबाजी नहीं है। ये तोहफे में खुदावन ने मुझे आप लोग को दिया गया है। ये रास्तबाजी ठहराया हुआ है। ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. ഇംപ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്റെ പൊസിഷനാ, എന്റെ പദവി എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവരാജ്യത്തിലെ പദവിയിൽ വരുവാൻ ഒരു മെറിറ്റുമില്ല.
ഒരു റൈറ്റും ഇല്ല. പക്ഷേ യേശു എന്നെ നീതീകരിച്ചു. എന്റെ സർവ്വ നീതിയായി തീർന്നത് കൊണ്ട് ഐ ആം ഇൻ ദ കിങ്ഡം നൗ. പൊസിഷനലി എനിക്ക് നീതി കിട്ടി. പക്ഷെ അതുകൊണ്ട് കാര്യം കഴിയുന്നില്ല. പ്രാക്ടിക്കൽ ലൈഫിൽ ഈ നീതി വെളിപ്പെടണമെങ്കിൽ ഒരു ഇംപാർട്ടഡ് റൈച്ചസ്നെസ് ഉണ്ട്. കണക്കിട്ട നീതി മാത്രമല്ല, പകരപ്പെടുന്ന ഒരു നീതി. അതാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. जब भी खुदावंद ने आपको रास्तबाज ठहरा दिया, आपको एक पोजीशन मिला खुदावंद की बादशाही में, जिसमें मैं और आप लोग लायक नहीं है। लेकिन पोजीशन मिलके फायदा नहीं है, खाली ठहराया गया उससे फायदा नहीं है। मिला हुआ रास्तबाजी प्रत्येक दिन मैं और आप लोग हमारे अंदर से वो रास्तबाजी दुनिया देखना चाहिए, लोग देखना चाहिए, हमारे अंदर से वो रास्तबाजी आना चाहिए। मतलब प्रैक्टिकली वो हमारे अंदर से बाहर आना चाहिए। वही आगे हम लोग कुछ मिनट हम लोग देखेंगे। പൊസിഷൻ, പ്രാക്ടീസ്, രണ്ട് വാക്കും ശ്രദ്ധിക്കണം. ഞാൻ ക്രിസ്തുവിലായി വിശ്വസിച്ചപ്പോൾ പൊസിഷനലി ഞാൻ നീതിമാനായി. അത് എന്റെ മേൽ നീതി കണക്കിട്ടതാ, ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്. ഇനിയും പ്രാക്ടിക്കലി ആ നീതി എന്നിലേക്ക് നീതി സ്വഭാവമായി വെളിപ്പെടുന്നതാണ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്. देखिए, यीशु मसीह के सूली पर जब मैंने विश्वास किया, पोजिशनली मैं रास्तबाज हो गया हूं। लेकिन पोजिशनली रास्तबाज होने के लिए खाली नहीं प्रभु ने बुलाया, बल्कि प्रैक्टिकली भी मैं रास्तबाज होकर हर दिन जीना चाहिए। इसके लिए हम लोग आगे कुछ बातों को देखेंगे। ഒരു ഉദാഹരണം ഞാൻ പറയാം. ടെക്നിക്കൽ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് ആരും കൺഫ്യൂസ് ആകണ്ട. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയുമ്പോൾ കാര്യം വ്യക്തമാകും. എന്ന് ശ്രദ്ധിച്ചാലും, ഇപ്പോൾ ഒരു സ്കൂൾ നിങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായും കാണും, എല്ലാ വീടുകളിലും. ഞാൻ ഉദാഹരണം പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയാ. ഇപ്പൊ ഒരു നല്ല പ്രസ്റ്റീജിയസ് സ്കൂൾ, നിങ്ങളുടെ ആ പട്ടണത്തിലുള്ള ഒരു സ്കൂളിനെ ചിന്തിച്ചാൽ, ആ സ്കൂളിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ വേണമെന്നിരിക്കട്ടെ, ഉദാഹരണം ഞാൻ പറയുകയാണ്. एक मिसाल मैं आप लोगों को देता हूं, ये टेक्निकल वर्ड आप लोगों को समझने के लिए। आपका बच्चा को एक स्कूल में उस शहर का एकदम बेहतरीन स्कूल में एडमिशन मिलने के लिए तैयार हो रहे हैं। जरा आप लोग मन में जरा सोचिए। ആ സ്കൂളിന് ഒരു യൂണിഫോം ഉണ്ട്, ഒരു പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ട്, എല്ലാ പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് സ്കൂളിൽ അഡ്മിഷൻ വേണം, എന്ത് ചെയ്യണം? നാളെ മുതൽ ആ സ്കൂളിന്റെ യൂണിഫോം ഇട്ട് സ്കൂളിന്റെ ചുറ്റും നടന്നാൽ അഡ്മിഷൻ കിട്ടത്തില്ല. देखिए, आपका उस बच्चे को जो एडमिशन लेने के लिए जो स्कूल है, उस स्कूल का एक यूनिफॉर्म है, एक ड्रेस कोड है, सब कुछ है। वो यूनिफॉर्म पहन के स्कूल के इर्द गिर्द में चलेगा तो एडमिशन नहीं मिलेगा। പക്ഷെ മറ്റൊരു സിനാരിയോ പറഞ്ഞാൽ, അല്ല, എന്റെ കുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാൻ ഒരു യോഗ്യത, നമ്മൾ സാക്ഷിയൊക്കെ പറയാറില്ലേ, ഈ സ്കൂളിൽ ഒരിക്കലും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല, പക്ഷെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു, അഡ്മിഷൻ കിട്ടി. യൂണിഫോം ഇട്ടത് കൊണ്ടാണ് അഡ്മിഷൻ കിട്ടിയത്, യൂണിഫോം ഇട്ട് കറങ്ങി നടന്നുകൊണ്ടല്ല. അവർക്ക് കനിവ് തോന്നി, അഡ്മിഷൻ കിട്ടി, നാളെ സ്കൂളിൽ ചേർന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടല്ല, എനിക്ക് സൗജന്യമായി അഡ്മിഷൻ കിട്ടിയെന്നിരിക്കട്ടെ, ആ കുട്ടിക്ക് കിട്ടിയെന്നിരിക്കട്ടെ. जरा ऐसा सोच ले कि इस बच्चे को जो है ऐसी मुफ्त में वो स्कूल वाले ने उस पर दया कर करुणा कर वो स्कूल में एडमिशन दे दिया कर जरा मान लो। യൂണിഫോം ഇട്ടത് കൊണ്ടല്ല അഡ്മിഷൻ കിട്ടിയത്, അവളുടെ യൂണിഫോമോ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ശ്രമിച്ചത് കൊണ്ടല്ല അഡ്മിഷൻ കിട്ടിയത്. സൗജന്യമായി സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്റെ കുട്ടിയോട് ദയ തോന്നി അഡ്മിഷൻ കൊടുത്തു. പക്ഷെ നാളെ മുതൽ യൂണിഫോം ഇടണം, നാളെ മുതൽ സ്കൂളിലെ എല്ലാ നിയമങ്ങളും അനുസരിക്കണം. സ്കൂളിൽ പ്രവേശിക്കാൻ അത് കാരണമല്ലെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ നിയമങ്ങളും ബാധകമാണ്. देखिए, ये बच्चा स्कूल का यूनिफॉर्म पहना, इसके लिए एडमिशन नहीं मिला, इसने कुछ या बैग पहना या ऐसा कुछ काम किया, इस वजह से नहीं मिला, बल्कि वो प्रिंसिपल ने, वो स्कूल ने उस बच्चे पर दया कर उसको स्कूल में एडमिशन मिल गया। लेकिन एडमिशन मिलने के बाद उसको स्कूल का यूनिफॉर्म पहनने की जरूरत है, स्कूल का रूल्स उसे इस प्रकार चलने की जरूरत है, और जो स्कूल कहता है उस प्रकार उस बच्चे को जाना जरूरी है। വിഷയം വിട്ടുപോകരുത്. നമ്മൾ ചിന്തിക്കുന്നത് പരീക്ഷന്റെയും ശാസ്ത്രീയതയും കവിയുന്ന നീതി എങ്ങനെ കിട്ടും? ആ കവിയുന്ന നീതി ഉണ്ടെങ്കിൽ എനിക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തുള്ളൂ, ആ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാകാൻ പറ്റത്തുള്ളൂ. എങ്ങനെ പറ്റും? देखिए, हम लोग सब्जेक्ट को नहीं भूलना। फकीह और फरीसियों के रास्तबाजी से बढ़कर होना चाहिए।
फरीसियों के राष्ट्रबाजी से, धार्मिकता से बढ़कर होना चाहिए, तो ही स्वर्ग राज्य में जाएंगे। तो वो राष्ट्रबाजी हमें कैसा मिल सकता है, वो राष्ट्रबाजी मुझे और आप लोग कैसा प्राप्त कर सकते हैं, वो हम लोग सोच रहे हैं। ഗിരിപ്രഭാഷണത്തിൽ എഴുതിയേക്കുന്നത് കടിച്ചു പിടിച്ച് എന്റെ ബുദ്ധിയും എന്റെ ശ്രമം കൊണ്ട് അനുസരിക്കാൻ നോക്കിയാൽ കിട്ടുമോ? ഇല്ല. ഈ നീതി എനിക്ക് കിട്ടണമെങ്കിൽ, കവിയുന്ന നീതിയിൽ എത്തണമെങ്കിൽ ദൈവത്തിന്റെ ഒരു ഇടപെടിയിൽ എന്റെ ജീവിതത്തിൽ നടന്നാലേ, സൗജന്യമായുള്ള നീതീകരണം നടന്നാലേ ഈ നീതിയുള്ള ജീവിതത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. क्या मैं ये पहाड़ी पैगाम में लिखा हुआ रूल्स एंड रेगुलेशन पूरा पूरा मैं मानकर चलेगा तो ये राष्ट्रवासी, ये धार्मिकता मुझे मिलेगा? नहीं, ऐसा नहीं मिलेगा। बल्कि परमेश्वर मेरे जीवन में काम करना चाहिए। मैं उस सूली पर विश्वास करूं और विश्वास के कारण मैं धर्मी जब ठहराया जाएगा, मैं राष्ट्रवासी जब ठहराया जाएगा, तब चलकर जो है उस राष्ट्रवासी मैं प्राप्त करूंगा। ഞാൻ പ്രവർത്തിയാലല്ല അംഗീകരിക്കപ്പെട്ടത്, ഞാൻ വിശ്വസിച്ചത് കൊണ്ട് ദൈവം എന്നെ അംഗീകരിച്ചത്. വിശ്വാസത്താലാണ് ഞാൻ ഈ രാജ്യത്തിലേക്ക് കടന്നത്. പക്ഷെ രാജ്യത്തിൽ വന്നെങ്കിൽ ഇനിയും പ്രവർത്തി, കവിയുന്ന നീതി പറഞ്ഞാൽ പുറത്ത് കിട്ടിയ കണക്കിട്ട നീതി, അകത്തേക്ക് ഇറങ്ങി ക്രിസ്തു സ്വഭാവം, ഈ കവിയുന്ന നീതി അകത്തിൽ നിന്ന് പുറത്തേക്ക് അണ പൊട്ടി ഒഴുകുന്നത് പോലെ ഈ സ്വഭാവം ആത്മസഹായത്താൽ വെളിപ്പെടുത്തുവാനാണ് എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും ഈ ദൈവരാജ്യത്തിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. प्रभु ने मुझे और आप लोगों को खुदावन के बादशाह में क्यों दाखिल किया मालूम है? मुझे और आप लोग को मिला वो राष्ट्रबाजी है ना, ठहराया वो राष्ट्रबाजी, हमें बाई ग्रेस फजल से मिला वो राष्ट्रबाजी। ये केवल हमारे अंदर ही रखना नहीं है, बल्कि एक डैम फुटकर जिस तरह पानी बाहर आता है, ये खुदावन की राष्ट्रबाजी हमारे प्रैक्टिकल लाइफ में बाहर आना चाहिए। तब चलकर फकीर और फरीसियों के राष्ट्रबाजी से बढ़कर होंगे, तब चलकर हम खुदावन की बादशाही में या खुदावन के राज्य में प्रवेश होंगे। പരീശന്റെ ഈ ശാസ്ത്രിയുടെ നീതി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ച് ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. അവരുടെ നീതിയുടെ നന്മ പറഞ്ഞു, വലിപ്പം പറഞ്ഞു. അവരുടെ നീതിയുടെ ഒന്ന് രണ്ട് കുറവ് ഞാൻ പറഞ്ഞ്, ശിഷ്യന്റെ നീതി എങ്ങനെയാണ് വ്യത്യാസം എന്ന് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. हम लोग आगे जाएंगे। ये फरीसियों का राष्ट्रबाजी क्या है, चेलों का राष्ट्रबाजी क्या है, फरीसियों के राष्ट्रबाजी में क्या कमी है, वो बताकर जो है हम लोग आगे जाएंगे। ഒന്ന്, പരീശന്റെ ശാസ്ത്രിയുടെ നീതി എന്ന് പറയുന്നത് അവര് പറയുന്നത് ചെയ്യുന്നില്ല. അവർ പറയുന്നുണ്ട്, പക്ഷെ പലതും ചെയ്യത്തില്ല. फरीसियों का राष्ट्रबाजी क्या है मालूम है? वो लोग बहुत बोलते हैं, वो लोग बहुत कुछ बताते हैं, लेकिन वो ऐसा नहीं करते हैं। 23-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അത് കാണാം. അവർ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല. मत्ती 23 का 1 से लेके 5 जब हम लोग पढ़ेंगे तो ये लोग बहुत कुछ बोलते हैं, लेकिन उस तरह नहीं करते कर कर मत्ती 23 का 1 से लेके 5 हम लोग देख सकते हैं। അവിടെ തുടർന്ന് കാണുന്ന രണ്ടാമത്തെ കാര്യം, അവർ മനുഷ്യർക്ക് കാണുവാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. क्यों ये सब वो लोग करते हैं, उसका कारण क्या है? 23वां वचन में, मत्ती 23 में लिखा है कि लोगों को दिखाने के लिए, लोग देखे इसके लिए ये सब काम वो लोग करते हैं। അടുത്ത കാര്യം, അവര് ന്യായപ്രമാണത്തിലെ ധനമായത് വിട്ടുകളയുന്നു. ചെറിയ ചെറിയ ജീരകത്തിന് ദശാംശം കൊടുക്കുന്നു, പക്ഷെ കരുണയും നീതിയും എല്ലാം അവർ തള്ളിക്കളയുന്നു. ധനമായ സത്യങ്ങളെ മാറ്റിവെച്ച് മേജറിങ് ഓൺ ദ മൈനേഴ്സ്, ചെറിയ കാര്യങ്ങളെ ഊതി വീർപ്പിക്കുന്നു, വലിയ കാര്യങ്ങളെ അവഗണിക്കുന്നു. और ये लोगों का दूसरा प्रॉब्लम क्या है कि छोटे बात को वो लोग जो है बहुत बड़ा करते हैं और बड़े बात को लोग उसको माइनर कर देते हैं। मिसाल की तौर से जीरा के लिए वो लोग टाइट देंगे, लेकिन करुणा, दया और जो राष्ट्रबाजी जो है उनके अंदर नहीं आता है, उनके अंदर नहीं है। അത് മാത്രമല്ല, അവർ ഈ ന്യായപ്രമാണമൊക്കെ അനുസരിക്കുന്നുണ്ടെങ്കിലും അവർ 1ാം ക്ലാസ് ദ്രവ്യാഗ്രഹിയില്ല. ഞാൻ പറയുന്നതല്ല, ലൂക്കോസ് 16-ാം അധ്യായം 14-ാം വാക്യം പറയുന്നത് പരീശന്മാർ ദ്രവ്യാഗ്രഹികളായതുകൊണ്ട് അവർ യേശുവിന്റെ വചനങ്ങളെ പരിഹസിച്ചു. ये लोग केवल बाइबल को सिखाने वाले लोग खाली नहीं है। लूका 16 का 14 में देखे क्या लिखा है? लूका 16 का 14 में फरीसी जो लोभी थे, मतलब पैसा को प्यार करने वाले लोग थे ये फरीसी लोग। എന്റെ അർത്ഥം എന്താ? പറഞ്ഞു വരുന്നത് എന്താ? ഇവര് പലതും ചെയ്യുന്നു, നീതിയൊക്കെ ചെയ്യുന്നു, അകത്ത് മാറ്റമില്ല, അകത്ത് ദ്രവ്യാഗ്രഹം.
അകത്ത് അവർ മറ്റു പലതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ദൈവവുമായിട്ട് അവർക്ക് ബന്ധമില്ല. പക്ഷെ ശിഷ്യൻ അങ്ങനെയല്ല. ശിഷ്യന്റെ ഉള്ളിലെ എല്ലാ മോഹങ്ങളും മാറി ക്രിസ്തുവിനെ താൻ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ സ്വഭാവം പുറത്തേക്ക് ഒഴുകുന്നതാണ് കവിയുന്ന നീതി. कहने का मतलब ये है क्या कि बहुत कुछ बातें ये लोग करते हैं तो भी अंदर पैसे के लिए प्यार है, अंदर प्रभु के साथ कोई रिश्ता नहीं है, उनका केवल स्पिरिचुअलिटी जो है बाहर लोग देखने के लिए करते हैं। लेकिन चेला ऐसा नहीं है। चेले के जीवन में अंदर और बाहर राष्ट्रबाजी को प्रकट होता हुआ हम लोग देख सकते हैं। ഇനി 21 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന 6 കൂട്ടം കവിയുന്ന നീതികൾ. എന്റെ കൂടെ നിങ്ങൾ വരണം, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 6 കൂട്ടം കവിയുന്ന നീതികൾ, എങ്ങനെയാ ശിഷ്യന്റെ നീതി കവിയുന്നത്? യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, നീതി കണക്കിട്ടു. ഇനിയും ആ നീതി എങ്ങനെയാണ് പ്രായോഗികമാക്കുന്നത്? 6 വിഷയങ്ങളാണ് 21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. अभी मत्ती 5 का 21 से लेके 6 बातों को हम लोग देखेंगे। 6 बातों को देखते हैं जहां पर फरीसियों के राष्ट्रबाजी से बढ़कर होना चाहिए चेले की राष्ट्रबाजी। 6 राष्ट्रबाजी को हम लोग देखते हैं। ഒന്നാമത്തേത് 21 വാക്യം മുതൽ കാണുന്നത്, 21 മുതൽ 26 വരെ കൊല്ലാനുള്ള കോപം, കൊല്ലാനുള്ള പക. ചിലർ പറയത്തില്ലേ, എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ വിഷയം, 21 മുതൽ 26 വരെയുള്ള വാക്യം. 21 से लेके 26 तक सब लोग गौर से सुनेगा। 21 से लेके 26 तक जो है सबसे पहला राष्ट्रबाजी को देखते हैं चेले का, उससे बढ़कर होना चाहिए। क्या है सबसे पहला राष्ट्रबाजी? वहां पर लिखा है कि तुम सुन चुके हो कि क्या नहीं करना, हत्या नहीं करना, हत्या नहीं करना। कुछ लोग बोलते हैं ना, गुस्सा होने के वक्त मुझे उसको मार देने का, नहीं तो मार डालने का मुझे गुस्सा है करके। അതിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കിയ 21 വാക്യം, കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. उसका 21वां वचन में देखे, तुम सुन चुके हो कि अगलों से कहा गया था खून ना करना, और जो कोई खून करेगा वो अदालत की सजा के लायक होगा। അവിടെ ചില കാര്യങ്ങൾ ഉണ്ട്, അതെല്ലാം ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷെ ശ്രദ്ധിച്ചേ, അവിടെ പറയുന്ന പ്രയോഗം എന്താ? ഇങ്ങനെ പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ കർത്താവ് ന്യായപ്രമാണത്തെ ചോദ്യം ചെയ്യുകയല്ല. കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തെ കുറിച്ച് ചില കേൾവികൾ, അവർ തുറന്ന് ബൈബിള് വായിക്കുന്നില്ല, പൂർവന്മാരോട് ദൈവം ഇങ്ങനെ അരുളി ചെയ്തെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇവർ കേട്ടിട്ടുണ്ട്. പ്രമാണത്തിന്റെ ചില വാക്കുകൾ മാത്രം എടുത്ത് സൗകര്യത്തിന് ചില വാക്കുകളെ തിരിച്ചുവിട്ട് ഇവരെ പഠിപ്പിച്ചത് കർത്താവ് ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ പ്രമാണം അതിനേക്കാൾ ആഴമുള്ളതാണ്. देखिए 5 का 21 में क्या लिखा है कि तुमने अगलों से कहा गया था। उन लोग ने बाइबल खोल के पढ़ा नहीं, उन लोग ने बाइबल खोल के उसको समझने के लिए कोशिश नहीं किया था, बल्कि किसी ने बोला हुआ बात को उन्होंने कानों से सुना, अगलों से कहा गया था। तो यीशु मसीह उनके उस बाइबल रीडिंग को ही, बाइबल को समझने को ही सवाल उठाकर कह रहा है, तुम लोग जैसा सोचते वैसा नहीं है परमेश्वर का वचन में लिखा गया हुआ बात। ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട വചനത്തെക്കാൾ അധികം ഓറൽ ട്രഡീഷൻ, വാമൊഴിയായി കൈമാറ്റം ചെയ്ത ആ ഓറൽ ട്രഡീഷൻ വചനത്തെക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് പല സഭകളിലും അങ്ങനെ പാരമ്പര്യമാണ്, ബൈബിളിനേക്കാൾ വലുത് പാരമ്പര്യമാണ്. മുഖ്യധാര കത്തോലിക്ക സഭയൊക്കെ പറയുന്നത് ബൈബിൾ അല്ല വലുത്, ബൈബിൾ നല്ലതാ, പക്ഷെ ബൈബിളിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് സഭയുടെ പാരമ്പര്യം. അതുപോലെ പരീശന്മാർ ബൈബിളിനേക്കാൾ, ന്യായപ്രമാണത്തെക്കാൾ വലിയൊരു പാരമ്പര്യത്തിന്റെ ഒരു മതിൽക്കെട്ടുണ്ടാക്കി. യേശു കർത്താവ് ആ മതിൽക്കെട്ടിനെ ഉടയ്ക്കുന്നതായിട്ടാണ് ഈ വാക്യങ്ങളിൽ കാണുന്നത്.
फरीसी लोग जो बाइबल से भी ज्यादा इंपॉर्टेंस ट्रेडिशन को देते हैं, लिखा गया हुआ बात से ज्यादा कहा हुआ बात को ज्यादा इंपॉर्टेंस देते हैं। आजकल के जमाने में कैथोलिक चर्च जो है बाइबल से भी ज्यादा उनका ट्रेडिशंस को इंपॉर्टेंस देते हैं, जो लोगों ने कहा हुआ बात, लिखा गया हुआ बात से भी ज्यादा। फरीसी लोग भी ऐसे ही थे, लिखा हुआ बात से ज्यादा कहा हुआ बात को ज्यादा इंपॉर्टेंस देते हैं। यीशु मसीह उन बातों को भी सवाल कर रहे हैं। ഞാനോ നിങ്ങളോട് പറയുന്നു, പൂർവന്മാർ കേട്ടതല്ല, ഊഹാപോഹമല്ല, ഈ പ്രമാണത്തിന്റെ ദാതാവായ മോശയേക്കാൾ വലിയവനായ ന്യായപ്രമാണം തന്ന സാക്ഷാൽ ദൈവമായവൻ ജഡത്തിൽ വന്നു പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നു. അധികാരത്തോടെ പ്രമാണത്തിന്റെ ശരിയായ വ്യാഖ്യാനം, ശരിയായ നീതി കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. 22 वचन जरा देखिए, 5 का 22 में क्या लिखा है? लेकिन मैं तुमसे ये कहता हूं, तुमने क्या तुम्हारे अगलों से सुना वो नहीं है इंपॉर्टेंट, लोगों ने क्या बोला वो नहीं है इंपॉर्टेंट, मैं तुमसे कहता हूं। मतलब ये नियम को दिया गया हुआ, ये वचन को दिया गया हुआ खुदावन खुद कह रहा है कि मैं तुमसे ये कहता हूं। എന്നിട്ട് യേശു കർത്താവ് ന്യായപ്രമാണത്തിന്റെ ലെറ്ററിനപ്പുറമായി, അതിന്റെ സ്പിരിറ്റ്, വാക്കുകൾക്കപ്പുറമായി, അതിൽ അന്തർലീനമായി ദൈവം ഉദ്ദേശിച്ചത് എന്താ? കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും കൊന്നിട്ടില്ല, കത്തിയെടുത്ത് ആരുടെയും പള്ളയ്ക്ക് കുത്തിയില്ല. പക്ഷെ ഉള്ളിൽ കൊല്ലുവാൻ തക്കവണ്ണമുള്ള വികാരം എന്നിലുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ പോലെ തന്നെ, കൊലപാതകം തെറ്റല്ലെന്നല്ല കർത്താവ് പറയുന്നത്, കൊലപാതകം കുറ്റമാണ്, കുറ്റകരമാണ്. കൊലപാതകം പോലെ തന്നെയാണ് സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. यीशु मसीह कह रहा है कि किसी को मारने के लिए चाकू उठाने की जरूरत नहीं है, खत्म करने की जरूरत नहीं है, बल्कि दिल के अंदर उस व्यक्ति को खत्म करने के लिए आया हुआ सोच भी जो है खत्म किया हुआ जैसा ही है कर कर यीशु मसीह उन लोगों से कह रहा है। പരീക്ഷന്റെ നീതി എന്താ? എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരീക്ഷന് പറയാനുള്ളത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മനോരമ പത്രത്തിൽ വായിക്കുന്ന നികൃഷ്ടരായ മനുഷ്യരെ പോലെ ഞാൻ ആരെയും കൊന്നിട്ടില്ല, ആരോടും ഞാൻ മഹാദ്രോഹം ചെയ്തിട്ടില്ല, ഒരു ഉരുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ലെന്നോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതാണ് പരീക്ഷന്റെ പ്രാർത്ഥന. फरीसी का प्रार्थना क्या है? फरीसी का धार्मिकता क्या है? सुबह सुबह उठकर ये दुआ करता है कि खुदावन मैं धन्यवाद करता हूं कि मैंने एक चींटी को भी नहीं मारा, मैंने किसी को भी कत्ल नहीं किया, खून नहीं किया, बोलकर वो दुआ करता है। ये फरीसी का धार्मिकता, नहीं तो उसकी राष्ट्रबाजी ये है, ഞാൻ ആരോടും ദ്രോഹം ചെയ്തിട്ടില്ല. ചില മാതാപിതാക്കളിലെ ചില വീട്ടിൽ പറയത്തില്ലേ, ഞാൻ ആരോടും ദ്രോഹം ചെയ്തിട്ടില്ല പാസ്റ്ററെ. പക്ഷേ അടുത്തിരിക്കുന്ന വിശ്വാസിയെ ഒരു മൊന്തയ്ക്കുള്ളിൽ കിട്ടിയാൽ ആ മൊന്ത കുടിക്കാനുള്ള കോപം അടുത്തിരിക്കുന്ന ആളോടുണ്ട്. പക്ഷെ ഞാൻ ആരോടും ദ്രോഹം ചെയ്തിട്ടില്ല. कुछ विश्वासी लोग बोलते हैं कि मैं पास्टर मैंने किसी को बुरा भला नहीं किया है, ऐसा सब बोलते हैं। लेकिन मन के अंदर क्या है? अगर उसको एक बाउडी के अंदर या एक वाटी के अंदर उसको मिल गया, उसी को मैं पी लूंगी या पी लूंगा कर उतना गुस्सा उसके दिल के अंदर भरा हुआ है। ये दिल के अंदर भरा हुआ है तो भी कहता है कि मैंने किसी का कोई बुरा भला नहीं किया है करके। നോക്കി, ഇവിടെ ഒരു 3 സ്റ്റേജുകളുണ്ട്. ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ഈ കോപം, ഇങ്ങനെ നിറഞ്ഞ ക്രോധം എങ്ങനെയാണത് പുറത്തു വരുന്നതെന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണമേ, ആ 22, 23 വാക്യങ്ങളിൽ കാണുന്ന ആ ഒരു പ്രോഗ്രഷൻ. ആദ്യം കോപമാണ്, ആദ്യം സഹോദരനെ സഹിച്ചുകൂടാ, സഹോദരനെ ഉൾക്കൊണ്ടുകൂടാ. ആദ്യം കോപമായിട്ട്, പിന്നെ കയ്പായിട്ട്, അതിങ്ങനെ ഉള്ളിൽ താലോലിച്ച് അത് ഒടുവിൽ ആ വ്യക്തിയെ നിസാര എന്ന് പറയുന്നു. ആ വ്യക്തിയെ നിസാര എന്നും മൂഢ എന്നും വിളിക്കുന്ന ഉള്ളിൽ കയ്പ് ആരംഭിച്ച് അതിങ്ങനെ വെച്ച് അവസാനം സഹികെട്ടപ്പോൾ വായിൽ നിന്ന് അത് തെറ്റായ വർത്താനമായി പുറത്തു വരികയാണ്.
देखिए वो गुस्सा का प्रोग्रेशन जरा देखिए। सबसे पहला वो भाई को या उस ब्रदर या उस सिस्टर को रिसीव करना, एक्सेप्ट करने के लिए नहीं हो रहा है, उस पे उसके ऊपर बहुत बड़ा गुस्सा है। फिर उसके बाद उसे कहता है कि भाई को पागल करके कहता है, और मुंह से निकलता हुआ बातों से उसके दिल को दर्द देता हुआ अनुभव को हम लोग देख सकते हैं। നോക്കിയേ, ഇവിടെ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധമാ, സഭയിലെ ബന്ധമാ പറയുന്നത്. എന്താ കവിയുന്ന നീതി? കവിയുന്ന നീതി ആരെയും കൊന്നിട്ടില്ലെന്നല്ല, ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലെന്നല്ല. കവിയുന്ന നീതി എന്ന് പറഞ്ഞാൽ ഉള്ളുകൊണ്ട് സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ കൊലപാതകം ചെയ്തു കഴിഞ്ഞു. അതാണ് കവിയുന്ന നീതിയുടെ വ്യാഖ്യാനം. देखिए, बढ़कर हमारा राष्ट्रवादी फकी और फरीसियों से बढ़कर होना चाहिए। उसका मतलब क्या है? फरीसियों के जैसा मैं किसी को तो मर्डर नहीं किया, मैं किसी का खून नहीं किया, ये काली बोलकर घूमना नहीं है, बल्कि अपने आस पड़ोस के भाई को भी, कलीसिया में आने वाले भाई बहनों को दिल से प्यार नहीं कर पा रहा है तो खून किया हुआ बराबर है कर कर यीशु मसीह कहता है। वो है बड़ा बढ़कर गया हुआ राष्ट्रवादी का मतलब। എന്നിട്ട് 25, 26 വാക്യങ്ങളിൽ പുറത്തുള്ളവരോട് എങ്ങനെ ആയിരിക്കണം? അകത്തുള്ളവരെ മൂഢായും എന്താ അകത്തുള്ളവനെ നിസാര എന്നും വിളിക്കുന്ന ആ പ്രവണതയിൽ വാക്കുകളിൽ ഏറ്റുമുട്ടൽ ആകുന്നതല്ല. ഇവിടെ അതിലപ്പുറമായൊരു നീതിയുള്ള ഒരു വിശ്വാസി സഹോദരനോട് സ്നേഹം പുലർത്തുക മാത്രമല്ല, 25, 26 എന്ന് പറയുന്നത് പ്രതിയോഗി. പുറത്തുള്ളവൻ വഴക്കിന് വന്നാൽ എന്ത് ചെയ്യണം? അവനോട് നിരന്നുകൊള്ളണം, അവനോട് നിരന്നുകൊള്ളണമെന്ന് പറയുക. 23, 24 വാക്യങ്ങളിൽ സഹോദരൻ, സഭയിലുള്ള സഹോദരനുള്ള ബന്ധം എങ്ങനെ? അകത്തുള്ള ആളോട് എങ്ങനെ നിരപ്പ് പ്രാപിക്കേണ്ടത്, പുറത്തുള്ള ആളോട് എങ്ങനെ നിരപ്പ് പ്രാപിക്കേണ്ടത് കർത്താവ് പറയുക. 23 और 24 जरा देखिए, 23 और 24, वहां पर हमारे खुद के भाइयों के साथ हमारा रिलेशनशिप कैसा होना चाहिए, हमारे खुद के लोगों के साथ। लेकिन 25 और 26 जो है बाहर के लोगों के साथ कैसा है, दुनिया के लोगों के साथ कैसा है कर कर 25 और 26 में लिखा गया है। അവിടെ വളരെ ചിന്തിക്കേണ്ട, പഠിക്കേണ്ട ഭാഗങ്ങളാ. ഞാൻ അധികം എടുത്ത് പറയുന്നില്ല. 23, 24 വാക്യങ്ങളിൽ പറയുന്നത് സഹോദരന് എനിക്കെതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇതിന് മേളിൽ പറഞ്ഞത് എനിക്ക് സഹോദരനെതിരെ ഒന്നും പാടില്ല, എനിക്ക് സഹോദരനെതിരെ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അത് കൊലപാതകം നടന്നു കഴിഞ്ഞു, ഞാൻ ആരെയും കുത്തിക്കൊന്നില്ല, പക്ഷെ ഉള്ളിൽ സഹോദരനെതിരെ കയ്പുണ്ടെങ്കിൽ മർഡറിന് ഈക്വല, പ്രവർത്തിക്ക് ഈക്വല. അടുത്തത് പറയുന്നത് നിനക്കെതിരെ ഏതെങ്കിലും സഹോദരൻ ഉണ്ടെങ്കിൽ നീ വലിയ വർഷിപ്പ് കൈ വീശി വീശി വർഷിപ്പ് ചെയ്യുന്നതിന് മുൻപ് നീ ചെന്ന് ആദ്യം സഹോദരനോട് നിരന്നുകൊള്ളുകയും വഴിപാട് അവിടെ വെച്ചിട്ട് നിന്റെ ആരാധനയ്ക്കുള്ള ഒരുക്കം മാറ്റി വെച്ചിട്ട് നിരപ്പ് പ്രാപിക്കാത്ത ആരാധന ദൈവത്തിന് സ്വീകാര്യമല്ല. ഇതാണ് കവിയുന്ന നീതി. देखिए 23 वचन में क्या लिखा है कि तेरे भाई को तुझसे कुछ शिकायत है तो, हमारे लोगों को हमसे कुछ शिकायत, हमारे वजह से उसको दिल में चोट पहुंचा है तो हमारा वर्शिप, हमारा आराधना वहां पर परमेश्वर स्वीकार नहीं करता। अगर परमेश्वर हमारा प्रस्तिश को अगर स्वीकार करना है तो हमारे भाई के साथ हमें मेल मिलाप करने की जरूरत है, तब चलकर खुदावन जो है हमारे आराधना को, प्रस्तिश को स्वीकार करता है। ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നത്, ഈ ഒരു ഹോളിൽ 2 സഭായോഗം നടക്കുന്ന വീഡിയോ ഒക്കെ പണ്ടൊക്കെ കഴിച്ച നാൾ മുമ്പ് നമ്മുടെ വൈറലായിട്ടുണ്ട്. ഒരു സഭയിൽ തന്നെ ഒരു പാസ്റ്റർ നിൽക്കുന്നു, ആ പാസ്റ്റർ മുന്നിൽ കുറെ പേര് ഇരിക്കുന്നു, നേരെ അപ്പുറത്ത് വേറൊരു പാസ്റ്റർ നിൽക്കുന്നു, ആ പാസ്റ്റർ മുന്നിൽ കുറെ പേര് ഇരിക്കുന്നു. കേരളത്തിൽ മാത്രമേ ഉള്ളെന്ന് ഞാൻ അങ്ങ് ആശ്വസിക്കുകയാണ്. എന്താ? സഹോദരനോട് നിരപ്പില്ല, 2 വർഷിപ്പാ നടക്കുന്നത്. ഇത് ആരാധനയല്ല, ഇതെന്താ മത്സര യോഗം എന്ന് വേണേൽ പറയാം. केरला में कुछ ऐसे चर्चेस में एक ही हॉल में 2 वर्शिप होता है, एक ही हॉल में 2 वर्शिप। एक जगह पर पास्टर खड़ा है, उसी के सामने लोग बैठे हुए, ऑपोजिट में पास्टर खड़ा है, लोग बैठे। ये केरला में ही होता है कर मैं ऐसा विश्वास करता हूं। ये वर्शिप नहीं बल्कि एक कंपटीशन है। ഇടയ്ക്ക് പോലീസ് നിപ്പുണ്ട്. കാരണം എന്താ, ഇത് വർഷിപ്പ് പിന്നെ വാർഷിപ്പായി മാറും, അടുത്ത യുദ്ധമായി മാറുമെന്നാണെന്ന് തോന്നുന്നത്. എന്ത് തന്നെയായിരുന്നു, എന്റെ വിഷയം അതല്ല. സഹോദരനോട് നിരപ്പ് പ്രാപിക്കാത്ത ആരാധനയൊന്നും ആരാധനയല്ല, അത്
കൊലപാതകത്തിന്റെ വേദിയാണെന്നാണ് കർത്താവ് പറയുന്നത്. ഈ കവിയുന്ന നീതി ഉണ്ടെങ്കിൽ സഭകളിൽ എവിടെ വഴക്കുണ്ടാക്കുന്നത്? സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എത്ര ദൃഢമായിരുന്നേന്. കവിയുന്ന നീതി, ശിഷ്യന്റെ നീതി, സ്വർഗരാജ്യത്തിന്റെ നീതി. കൊലപാതകം ചെയ്യുന്നില്ലെന്നല്ല, ഉള്ളിൽ പക വെച്ചു പുലർത്താതെ സഹോദരനെ ഹൃദയപൂർവം ക്ഷമിക്കുന്ന, നിരന്നുകൊല്ലുന്ന, കോപത്തെ ഒഴിച്ചു മാറ്റി വെക്കുന്ന നീതി. ഇത് ആദ്യം വെളിപ്പെടേണ്ടത് ഭാര്യയും ഭർത്താവിന്റെ ഇടയ്ക്ക്. देखिए, ये दोनों चर्च के बीच में एक ही हॉल में जब दो मीटिंग होता है, उसके बीच में पुलिस भी होता है ताकि इनके बीच में लड़ाई भी नहीं हो। ऐसा एक वर्शिप से परमेश्वर खुश नहीं होता, ऐसा एक वर्शिप से परमेश्वर आनंदित नहीं होता, वो कंपटीशन है। लेकिन रास्तबाजी जो फकीर और फरीसियों के रास्तबाजी से बढ़कर होना चाहिए, बढ़कर होने वाला रास्तबाजी धार्मिकता कैसा है? वो ये है कि केवल लोगों को खून नहीं करता हूं, मैं नहीं करता हूं बोलने वाला नहीं, बल्कि हमारे अंदर भाई के खिलाफ भी हमारे अंदर कोई गलत विचार या बुरी विचार नहीं है, बल्कि उसे प्यार करने के लिए, भाई को प्यार करने के लिए हमें हृदय है, हमारे दिल है। ये है बढ़ने वाला, नहीं तो फरीसी और फकीरों से भी बढ़कर वाला रास्तबाजी। ഞാൻ വേഗം മുൻപോട്ട് പോവുകയാണ്. കവിയുന്ന നീതിയുടെ രണ്ടാമത്തെ ഉദാഹരണമാണ് 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ. വ്യഭിചാരം എന്നാണ് അവിടുത്തെ വിഷയം. മനസ്സിലെ, ഹൃദയത്തിലെ വ്യഭിചാരമാണ് അവിടുത്തെ വിഷയം. 27 से लेके 30 में दूसरा राष्ट्रबाजी को देख सकते हैं, दूसरा राष्ट्रबाजी को देख सकते हैं। वो क्या है कि दिल के अंदर बुरे ख्वाहिश को रखकर देखना, नहीं तो जिना करना, व्यभिचार करने के बारे में है अगला राष्ट्रबाजी। ദൈവമക്കളെ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് പറയുന്നത് ആ ക്രിയ പാപമല്ലെന്നല്ല, ക്രിയ പാപമാണ്. പക്ഷെ അതേപോലെ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ മോഹം വെച്ചു പുലർത്തുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ നോട്ടം വന്നു എന്നത് മാത്രമല്ല, ആ നോട്ടം, ആ വിഷയം ഹൃദയത്തിൽ താലോലിച്ച് ഉള്ളുകൊണ്ട് വ്യക്തിയോട്, പരസ്ത്രീയോട്, സ്ത്രീകളാണെങ്കിൽ പരപുരുഷനോട് ഉള്ളിൽ ജ്വലിക്കുന്ന കാമം, ഉള്ളിൽ ജ്വലിക്കുന്ന ആ വികാരം, അത് വ്യഭിചാരത്തിന് തുല്യമാണ്. കവിയുന്ന നീതി എന്ന് പറയുന്നത് ആന്തരിക ഹൃദയത്തിലെ പ്യൂരിറ്റിയാണ്, ശുദ്ധതയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. देखिए, जिना करना पाप है कर यीशु मसीह कह रहा है। वो केवल नहीं, बल्कि अपने मन, अपने दिल में बुरी ख्वाहिशों से किसी औरत को, आदमी है तो औरत को, औरत है तो आदमी को, औरत पर निगाह करने वाला वो दिल से उसके साथ जिना किया है। मतलब केवल जिना करके जो काम है वो काली नहीं गुनाह है, बल्कि हृदय के अंदर, दिल के अंदर जिना करना भी, वो भी गुनाह कर यीशु मसीह हमको सिखा रहा है। അടുത്തത് 31-32 വാക്യങ്ങളിൽ കവിയുന്ന നീതിയുടെ മൂന്നാമത്തെ പ്രത്യേകത, മൂന്നാമത്തെ തലമാണ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ വിവാഹ മോചനത്തെ കുറിച്ച്. വിവാഹവും വിവാഹത്തിന്റെ പാവനതയുമാണ് കർത്താവ് പറയുന്നത്. तीसरा राष्ट्रबाजी क्या है? तीसरा राष्ट्रबाजी तलाक के बारे में 31 और 32, 5 का 31 और 32 में पारिवारिक जीवन को किस तरह पवित्रता के साथ, होली के साथ रखना चाहिए कर यीशु मसीह सिखा रहा है। ഇവിടെ ഒരു കണക്ഷൻ ഉള്ളത് ഞാൻ പറഞ്ഞ വേഗം മുൻപോട്ട് പോകാം. വളരെ ചിന്തിക്കേണ്ടതാ. ഇന്നത്തെ ആധുനിക സഭകളിലും സമൂഹത്തിലെ വലിയ പ്രശ്നമാണ് എന്താ? വിവാഹത്തിന്റെ നിലനിൽപ്പ് ചുരുങ്ങി വരികയാണ്. ഇവിടെ ഒരു കാര്യം വളരെ ചിന്തനീയമായി എനിക്ക് തോന്നിയത് 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ എന്താ? മോഹിക്കരുത്. മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യുമാർ ഉള്ളിലെ ചിന്തകൾ വഴിതെറ്റിപ്പോകരുത്. കാരണം എന്താ? ഉള്ളിലെ വ്യഭിചാരം പലപ്പോഴും, മിക്കപ്പോഴും അവസരം കിട്ടിയാൽ പ്രവൃത്തിയിലെ വ്യഭിചാരമായി മാറും. പ്രവൃത്തിയിലെ വ്യഭിചാരം നിമിത്തം വിവാഹങ്ങൾ പിരിയേണ്ടി വരും. അതിന്ന് സർവ്വസാധാരണമായി നിൽക്കുകയാണ്. അഡൾട്ടറി ഓഫ് ഹാർട്ട് ബിക്കംസ് അഡൾട്ടറി ഓഫ് ആക്ട് ലീഡിങ് ടു ഡിസൊല്യൂഷൻ ഓഫ് മാരേജ്. ഇതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും.
एक तलाक होने का बहुत सारा रीजन है, लेकिन 27 से जब हम लोग पढ़ेंगे तो वहां पर हम लोग देख सकते हैं कि जिना जिना जो है दिल के अंदर किया, दिल के अंदर जिना जो है बाहर करने लगा, ये करने के कारण उसके जीवन में तलाक ने तो पवित्र होना चाहिए था, पाक होना चाहिए था उसका शादी, वो शादी जो है दो हो गया कर कर देखते हैं बहुत जगहों पर ये तलाक जो है बाकी खुशियों के पीछे जाकर जो है लोगों को तलाक कर देते हैं। ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, എങ്കിലും ഞാൻ അവിടെ നിൽക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ ഏത് അഡ്വർടൈസ്മെന്റ് കണ്ടാലും തന്റേതല്ലാത്ത കാരണം നിമിത്തം, ആരെങ്കിലും എന്റെ കാരണം കൊണ്ടാണ് വിവാഹമോചനം നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? തന്റേതല്ലാത്ത കാരണം കൊണ്ടാണ് വിവാഹമോചനം നടക്കുന്നത്. എന്താണ് ഈ തന്റേതല്ലാത്ത കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, മോസ്റ്റ് ഓഫ് ദ ടൈം വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തതയാ. പ്രത്യേകിച്ച് ഈ ചാറ്റിങ്ങും ചീറ്റിങ്ങും മൊബൈലിന്റെ അതിപ്രസരം നിമിത്തം എല്ലാ നിലകളിലും അവിശ്വസ്തതയ്ക്കുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുമ്പോൾ ഹൃദയത്തിലെ വ്യഭിചാരം പ്രവൃത്തിയിലെ വ്യഭിചാരമാകാനുള്ള താമസം പോലുമില്ല. കുടുംബ ബന്ധങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. ഇത് വലിയൊരു ഗുരുതരമായ അപകടമാണ്. ഇതിനെ ഓർത്തൊരു കരുതൽ നമുക്ക് വേണം. അതാണ് കവിയുന്ന നീതി നമുക്ക് തരുന്ന സംരക്ഷണം. देखिए, परमेश्वर ने स्त्री और पुरुष को क्यों जोड़ा है? टूटने के लिए नहीं जोड़ा, बल्कि उनको इसलिए जोड़ा है ताकि वो हमेशा बना रहे। लेकिन हृदय के इच्छा के कारण, हृदय के मोह के कारण विभिन्न बातों में चले जाकर लोग जो है परमेश्वर ने ठहराए वो शादी को जो है तोड़ देते हैं। इसके लिए हम लोग जो है खबरदार रहना है। फकी और फरीसियों का रासबाजी से बढ़कर होना चाहिए है तो हमारा पारिवारिक जीवन उसके पाकसी में हमें हर एक लोगों को रखना है। മത്തായി 19:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വളരെ ചിന്തനീയമായ ഒരു ഭാഗമായി ഇതിനോട് ചേർത്ത് ഈ മത്തായി 5:31-32 മത്തായി 19:1 മുതൽ 11 വരെ ചേർത്ത് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ഏത് കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കാമോ? ഏത് കാരണം ചൊല്ലി ഡിവോഴ്സ് ചെയ്യാമോ? ഒറ്റ ഉത്തരമേ ഉള്ളു. ഫോർ എ ഡിസൈപ്പിൾ ഡിവോഴ്സ് ഇസ് നോട്ട് പെർമിസിബിൾ. ദൈവം അനുവദിച്ചിട്ടില്ല, അത് ദൈവത്തിന്റെ പ്രമാണത്തിലില്ല. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഉദ്ദേശിക്കുന്നത് ദി പെർമനൻസി ഓഫ് മാരേജ് ആണ് ദൈവത്തിന്റെ ഹിതം. അതിന് പുറത്തുള്ളതെല്ലാം ദൈവഹിതത്തിന്റെ പുറത്താണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോവുകയാണ്. मैं एक ही लाइन में ये बात बोलकर बंद करता हूं। मत्ती का सुसमाचार 19वां अध्याय 1 से लेके पढ़ेंगे तो एक चेले के जीवन में डिवोर्स परमेश्वर अलाउ नहीं करता है। परमेश्वर का इच्छा मियां बीबी एक साथ होकर परमानेंटली साथ में रहना है। वो डिवोर्स अगर हो रहा है तो परमेश्वर की इच्छा के बाहर वो लोग काम कर रहे हैं कर मत्ती 19 का 1 से लेकर वो आप लोग पढ़ना। एक ही लाइन में ये बोलकर मैं बंद करता हूं। വിവാഹം കഴിക്കുമ്പോൾ ദൈവഹിതത്തിൽ കഴിക്കണം, അത് സത്യമാണ്. ചിലർ പറയും പാസ്റ്റർ കറക്റ്റാ പറഞ്ഞത്, എനിക്ക് തെറ്റുപറ്റി, ദൈവഹിതമല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദൈവഹിതം നിങ്ങൾ എങ്ങനെ കഴിച്ചോ ഏത് സാഹചര്യത്തിൽ കഴിച്ചോ എന്നല്ല, വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം മുൻപിൽ ഉടമ്പടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ദൈവഹിതം മരണം തമ്മിൽ വേർപിരിക്കും വരെ ആ ബന്ധത്തെ ഡിസോൾവ് ചെയ്യാൻ പാടുള്ളതല്ല. അതിന്റെ മറ്റു വശങ്ങളൊന്നും ഞാൻ പറയുവാൻ സമയമെടുക്കുന്നില്ല. देखिए, मैं ये और गहराई में इस बात में विषय में नहीं जाना चाहता हूं, बल्कि एक बात मैं बोलता हूं कि परमेश्वर ने अगर जोड़ा है, परमेश्वर की मर्जी के अनुसार आप शादी करना चाहिए। और परमेश्वर ने अगर जोड़ा है, परमेश्वर के सामने अगर आपने अहद को बांधा है तो उसे अंत तक ठहरने के लिए परमेश्वर हमारे जीवन में चाहता है। 33 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് കവിയുന്ന നീതിയുടെ 4ാമത്തെ ഘട്ടമാണ് ഇവിടെ നാം കാണുന്നത്. ഇവിടെ സത്യം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ വാക്കുകൾ ഊ എന്ന് പറഞ്ഞാൽ ഊ എന്നായിരിക്കണം, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നായിരിക്കണം. അതാണ് 33 മുതലുള്ള വാക്യങ്ങളിലെ പ്രധാന വിഷയം. 37 വരെയുള്ള വാക്യങ്ങളിൽ चैप्टर 5 का 33 से लेके 37 में कसम खाने के बारे में
हमारा बात जो है, हमारा कलाम जो है, हाँ से हाँ होना चाहिए या नहीं से नहीं होना चाहिए। इससे ज्यादा जो है वो परमेश्वर से नहीं आता है। इससे ज्यादा या हाँ से या नहीं से भी ज्यादा नहीं होना चाहिए। मतलब जो रास्तबाजी बाकी फकी और फरीसियों से बढ़कर अगर होना चाहिए तो हमारा कलाम, हम जो बोलते हुए बातें, हाँ या ना में होना चाहिए। ഒറ്റ വാക്കി പറഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യം തറപ്പിച്ച് പറയുവാൻ സംശയം വരുമ്പോഴാണ് പിള്ളേരെ തന്നെ പറയും. ഞാൻ വളർന്ന കാലത്തും എന്താ ഒരു കാര്യം നമ്മൾ ഒരാളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ മദർ പ്രോമിസ് എന്നൊക്കെ പറയും. കാരണം എന്താ, ഇത് ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്നാൽ ഒരാളെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ആരെയും ചൊല്ലി സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഊ ആണെങ്കിൽ, നമ്മുടെ ഇല്ല ഇല്ല എന്നാണെങ്കിൽ, നമ്മുടെ വാക്കിന് വിലയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സത്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം. देखिए, हम लोग बचपन में ऐसा बोलते थे कि दूसरों को भरोसा दिलाने के लिए माँ कसम करके बोलते थे। लेकिन मेरा कहने का मतलब है, अगर दूसरे को, अगर आपको भरोसा दिलाना है तो आपका जुबान से निकलता हुआ बात में एक ईमानदारी होना जरूरी है। हाँ नहीं तो नहीं, इसके बाहर नहीं होना जरूरी नहीं होना चाहिए। हाँ या ना में हमारा जुबान होना चाहिए। 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പ്രതികാരമാണ്. കവിയുന്ന നീതിയുടെ 5-ാമത്തെ വശമാണ് പ്രതികാരം ചെയ്യരുത്. പ്രതികാര മനോഭാവത്തിനെതിരെ കർത്താവ് പറയുകയാണ്. फिर उसके बाद 38 से लेके 41 तक, 38 से लेके 41 तक जो है इंतकाम के बारे में है। मतलब हम प्रतिक्रिया के बारे में, हम लोग किस तरह इंतकाम करते हैं उसके बारे में 38 से लेके 41 तक। ഇവിടെ ചില തെറ്റിദ്ധാരണകളുണ്ട്. ചിലർ ചിന്തിക്കുന്നത് എന്താ കണ്ണിന് പകരം കണ്ണെന്നൊക്കെ പറഞ്ഞാൽ എന്തോ പ്രാകൃത നിയമമാണെന്നൊക്കെ, അല്ലെങ്കിൽ എന്തോ ദൈവം അതിനെ എന്തോ വെട്ടിക്കളയാന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒറ്റ വാക്ക് ഞാൻ പറയാം, ദൈവം മോശയിൽ കൂടി തന്ന നിയമം നീതിയുള്ള നിയമം. കണ്ണിന് പകരം കണ്ണെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ ശരിയാ നിയമം പോലെ മോഷ്ടിച്ചാൽ കൈ അറക്കുന്നതെന്ന് പറഞ്ഞാൽ കുറ്റത്തിന് ചേർന്ന ശിക്ഷയല്ല. ലോകത്തിലെ മിക്ക നിയമങ്ങളും കുറ്റത്തിന് യോഗ്യമായ ശിക്ഷയല്ല. ഒരാൾ ഒരു കാര്യം മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ കൈ മുറിച്ചു കളയുന്നത് ആ കുറ്റത്തിന്. വിശന്നവൻ അപ്പം എടുത്തു, ആ അപ്പം കഴിച്ച് വിശപ്പ് മാറ്റാൻ അപ്പം എടുത്തവന്റെ കൈ മുറിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്നാൽ കുറ്റത്തിന് തുല്യമല്ലാത്ത ശിക്ഷയാണ് അന്നും ഇന്നും ലോകത്തിലെ പല നിയമങ്ങൾ നൽകുന്നത്. പക്ഷെ കുറ്റത്തിന് യോഗ്യമായ ശിക്ഷ, ഒരാളുടെ കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കുറ്റത്തിന് യോഗ്യമായ ശിക്ഷയാണ് ദൈവം പഴയ നിയമ പ്രമാണത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് ന്യായമാണ്. അതിനെ തെറ്റായിട്ട് കർത്താവ് ചിത്രീകരിക്കുകയല്ല. देखिए 38, 5 का 38 में क्या लिखा है कि आंख के बदले आंख और दांत के बदले दांत। उसका मतलब ये है कि परमेश्वर ने जो दिया हुआ ये नियम है, जो गलत किया है उसके बदले में वही गलत का जो है जुर्माना भी उसे भरना पड़ेगा। सेम गलत का जुर्माना, अगर किसी ने दांत को निकाला है उसका भी दांत निकाल, मतलब वही गलत का जुर्माना भरना। दुनिया के सिस्टम अगर देखेंगे तो जो गलत किया उसका सेम जुर्माना भरने के बारे में नहीं बताया गया है या नहीं देख सकते। लेकिन यहाँ पर परमेश्वर ने एक बात को दिया है ताकि जो गलत किया है उसके वैसे ही जुर्माना भरना। കർത്താവ് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയെ കുറിച്ചല്ല. പഴയ നിയമത്തിലെ നീതിന്യായ വ്യവസ്ഥയാണ് കണ്ണിന് പകരം കണ്ണ്. ആ വ്യവസ്ഥയാണ് നമ്മുടെ ഇന്ത്യൻ നിയമവും ലോകത്തിലെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണുന്ന നിയമങ്ങൾ. അതാണ് ന്യായമായ നിയമമാണ്, തെറ്റിന് തുല്യമായ ശിക്ഷയാണ്. മതങ്ങൾ പറയുന്ന നിയമങ്ങളൊക്കെ ബരാബർ അല്ല, അത് ഉപർനീച്ചയാണ്. അവിടേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് കാണുന്ന എല്ലാ ഡെമോക്രാറ്റിക് നിയമങ്ങളും വരുന്നത് ബൈബിളിൽ നിന്നാണ്. ദ പണിഷ്മെന്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ക്രൈം. അതിനെയല്ല കർത്താവ് ചോദ്യം ചെയ്തു. പക്ഷെ കർത്താവ് പറയുന്നത്, അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഈ നീതി നടപ്പിലാക്കുന്നത് നമ്മൾ അങ്ങോട്ട് ഏറ്റെടുക്കുകയല്ല, നമ്മൾ നമുക്ക് വേണ്ടി പ്രതികാരം എടുക്കുവാനുള്ള വാക്യമല്ല. അന്ന് യഹൂദന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചത്, നിനക്കെതിരെ എന്ത് ചെയ്താൽ അതിന് തുല്യമായി നീ തിരിച്ച് അങ്ങോട്ട് വ്യവഹരിക്കണം. കർത്താവ് പറയുന്നല്ല, പ്രതികാരം യഹോവയ്ക്കുള്ളതാ. പ്രതികാരം കയ്യിലെടുക്കാൻ പാടില്ല. പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണും എന്നതുപോലെ അന്യോന്യം പെരുമാറുവാനല്ല, മറിച്ച് പ്രതികാര മനോഭാവം കൂടാതെ തിന്മ നേരിടേണ്ടി വന്നാലും അത് സഹിക്കുന്നവനാണ് ശിഷ്യൻ എന്നാണ് ഈ വചനത്തിന്റെ ദൂത്.
लोग यहूदी लोग जो है इस कलाम को इस तरह लेते थे ताकि ये कलाम को लेकर जो है लोगों को प्रतिक्रिया करे, लोगों के खिलाफ वो लोग करे। अगर किसी ने ऐसा गुनाह किया तो उसको 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 प्रतिक्रिया करे, इस रीति से ये वचन को लेते थे। लेकिन प्रभु ने कहा ऐसा प्रतिक्रिया करने के लिए, ऐसा इत्मीनान करने के लिए नहीं ये कलाम को लेना चाहिए, बल्कि ये काम प्रभु के हाथ में छोड़े। इनित काम करने वाला पर ये काम जो है ये परमेश्वर का है, प्रतिक्रिया करने का काम परमेश्वर का है, परमेश्वर के हाथों में इस बात को छोड़े। ഇവിടെ രണ്ട് തത്വങ്ങളാ പറയുന്നത്. ഞാൻ എന്റെ വാക്കുകൾ വേഗം നിർത്താൻ. രണ്ട് തത്വങ്ങളാ പറയുന്നത്. ഒന്ന്, ദുഷ്ടത ചെയ്യുന്ന വ്യക്തിയോട് നമ്മൾ പ്രതികരിക്കരുത്. രണ്ട്, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക. തിന്മയോട് പ്രതികരിക്കരുത്, തിന്മയോട് റിവെഞ്ച്, പ്രതികാരം കയ്യിലെടുക്കരുത്. രണ്ട്, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ തത്വം. देखिए, दो कामों को वहां पर करने के लिए कहता है। उसका 39 में लिखा है कि जो है मुकाबिला ना करना, मतलब ऐसे काम करने वालों के खिलाफ मुकाबिला ना करना। दूसरा जो है बुराई के बदले भलाई को करने के लिए परमेश्वर हमसे कहता है। ആറാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗം ഒരു മിനിറ്റിൽ തന്നെ നിർത്താം. ആറാമത്തേത് 43 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ശത്രുവിനോടുള്ള കവിയുന്ന സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ശത്രുവിനോട് കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ് യഥാർത്ഥ നീതിയുടെ ആറാമത്തെ, കവിയുന്ന നീതിയുടെ ആറാമത്തെ പ്രദർശനം. चैप्टर 5 का 43 से लेके 47 जो है, 48 जो है चटवा धार्मिकता, नहीं तो चटवा राष्ट्रबाजी है, जो बढ़कर फरीसियों से भी बढ़कर होना चाहिए। वो क्या है? दुश्मनों से प्यार करना। എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുമ്പോൾ ഈ ഭാഗം വളരെ ചിന്തിക്കേണ്ട ഭാഗമാണ്. കാരണം ശത്രുവിനോടുള്ള മനോഭാവം എങ്ങനെ ആയിരിക്കണമെന്ന് യേശു കർത്താവ് പറയുന്നത് അന്നത്തെ ലോകത്തിലുള്ള മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറയുന്നത് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. പരീശനും ചുങ്കക്കാരും തന്നെ വന്ദനം ചെയ്യുന്നവരെ വന്ദനം ചെയ്യുന്നു, തന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു. അതുപോലെ നീയും ചെയ്താൽ ചുങ്കക്കാരൻ, ആ സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവൻ പോലും, ഇഫ് യു പാറ്റ് മൈ ബാക്ക് ഐ വിൽ പാറ്റ് യുവർ ബാക്ക്, എന്നോട് നീ നന്നായിട്ട് പെരുമാറിയാൽ ഞാൻ നിന്നോട് നന്നായിട്ട് പെരുമാറും. അതാണ് നമ്മുടെ തത്വം എങ്കിൽ നമ്മൾ പരീശന്മാരെ പോലെ ആയിപ്പോയി. ശിഷ്യന്റെ നീതി ഇതിലെല്ലാം അപ്പുറമാണ്. നന്മ ചെയ്യുന്ന, സ്നേഹിക്കുന്നവരോട് പ്രത്യുപകാരം ചെയ്യുക മാത്രമല്ല, തിന്മയിൽ ഇടപെടുന്നവനോടും നന്മയിൽ പെരുമാറാൻ കഴിയുന്നതാണ് ശിഷ്യന്റെ ആന്തരിക നീതിയുടെ കവിഞ്ഞൊഴുക്കെന്ന് യേശു കർത്താവ് പറയുകയാണ്. यीशु मसीह लोगों को सिखा रहा है कि एक फरीसी जो है अपनों से बहुत प्यार करते हैं, अपनों को बहुत ख्याल करते हैं, लेकिन एक चेले का राष्ट्रबाजी जो है उससे बढ़कर है। अपनों से खाली केवल नहीं, बल्कि उसको सताने वाले, उसके दुश्मनों से भी वो प्यार करता है और उससे संभालता है कर हम लोग देख सकते हैं। എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ എന്താ ചിന്തിച്ചത്? ശിഷ്യന്റെ സമൂഹത്തിലുള്ള സ്വാധീനവും ശിഷ്യന്റെ കവിയുന്ന നീതിയും. എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മളൊരു ശിഷ്യനാണോ? ശിഷ്യനാണെങ്കിൽ നമുക്ക് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ലൈഫ് നോക്കി നിൽക്കുന്നവരെ അമേസ് ചെയ്യുന്ന, അവരെ സ്തംഭിപ്പിക്കുന്ന നിലയിലുള്ള ഒരു പ്രതികരണം നമ്മളിൽ നിന്ന് വരുന്നുണ്ടോ? എങ്ങനെ വരും? ആന്തരികമായ നീതി ശരിയായി പുറത്തേക്ക് വെളിപ്പെടുമ്പോഴാണ് ലോകം നമ്മളെ നോക്കി ആശ്ചര്യപ്പെടാൻ പോകുന്നത്. അതാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചതിന്റെ ആകത്തുക. मैं और आप लोग ने आज जो मनन किया हुआ उसको संक्षेप में अगर मैं बोलूंगा तो परमेश्वर से राष्ट्रबाजी मिला हुआ मैं और आप लोग दुनिया के सामने, समूह के सामने ये राष्ट्रबाजी को प्रकट करने के लिए, प्रैक्टिकली लेके आने के लिए, और फरीसी और फकीर और फरीसियों के राष्ट्रबाजी से बढ़कर होना चाहिए एक चेले का राष्ट्रबाजी। उस विषय को, 6 तरीके के विषयों को जो है हम लोग ने आज के मनन में देखा। നമ്മുടെ നീതി കണ്ടാൽ ഇന്നത്തെ ലോകം, നമ്മളെ ചുറ്റുമുള്ള ലോകം സ്തംഭിച്ചു പോകണം. നമ്മളെ വിളിച്ചത് ഈ ലോകത്തെ എന്തെങ്കിലും വലിയ വീര്യപ്രവർത്തികൾ ചെയ്ത് നടുക്കുവാനല്ല. യേശുവിന്റെ നീതി, ഞാൻ നീതീകരിക്കപ്പെട്ടു, ഞാൻ പൊസിഷനിൽ നീതിമാനായി. എന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഇന്ന് ചിന്തിച്ച നീതി എന്റെ സ്വഭാവത്തിൽ വെളിപ്പെടുമ്പോൾ
ലോക മനുഷ്യൻ അന്തം വിട്ടു നിൽക്കണം. ഇത് വേറൊരു രാജ്യത്തിന്റെ നീതിയാ. ദിസ് ഇസ് ഔട്ട് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ഒരു സ്വഭാവം ഈ വ്യക്തിയിൽ, ആ ഒരു ഗുണനിലവാരം ഈ വ്യക്തിയിൽ ഉണ്ടെന്ന് തിരിച്ചറിയുമാർ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു നീതിയുടെ ഒരു സ്വഭാവത്തിന്റെ ഉടമകളാകുവാൻ പരിശുദ്ധാത്മ ശക്തിയാൽ കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. സമയം അല്പം അധികം എടുത്തതിൽ നിങ്ങൾ എന്നോട് സഹിച്ചല്ലോ. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. देखिए, परमेश्वर चाहता हुआ वो रासबाजी, फरीसी और फकीरों के रासबाजी से बढ़कर दुनिया को बदलने वाला रासबाजी हमारे अंदर से, कलीसिया के अंदर से लेके आने के लिए प्रभु हमको शक्ति और सामर्थ्य, एक नमक होकर, एक ज्योति होकर दुनिया को इन्फ्लुएंस करने वाला एक रास्तबाजी हमारे अंदर से प्रकट होने के लिए पवित्र आत्मा हर एक लोगों को शक्ति और सामर्थ्य दे बोलकर मैं यहाँ पर बंद करना चाहता हूँ। मैं थोड़ा समय ज्यादा लिया, माफी मैं चाहता हूँ। आप लोग मुझे सुने, प्रभु आपको आशीष दे। आइए